അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ വളരെ കലാപകരമായ ഒരു ശബ്ദമായിട്ട് കൃഷ്ണ ശബ്ദിക്കുന്നു എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയ ധീരതയ്ക്ക് മുന്നിൽ തൊപ്പിയൂരി സലാം സദസ്സ് സംഘടിപ്പിച്ച് കടൽ തീരത്തിരുന്ന് പാടും. ചേരികളിലെ കുട്ടികളെ കർണാടക സംഗീതം പഠിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അതിലെ പല കുട്ടികളെയും കൊണ്ടുവന്ന് കർണാടക സംഗീതം പഠിപ്പിക്കും. അതുകൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ സമയത്ത് ആലമോടി ഗലതെ പാടി പോസ്റ്റ് ചെയ്യുന്ന കർണാടക സംഗീതത്തിലുള്ളൊരു കാലപാടി. ഇതാണ് ഇതിന്റെ ഒരു ദുരിതം. സിന്ധിക്ക സൊണ്ടവർ പെരിയാർ എന്ന് പറയുന്ന ഒരു കീർത്തനം ടി.എം. കൃഷ്ണ പാടുന്നു. അത് പെരുമാൾ മുരുകൻ എഴുതിയതാണ്. പെരുമാൾ മുരുകനെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. വലിയ തോതിൽ സംഘപരിവാർ ഭീഷണി നേരിട്ട ഒരു സാഹിത്യകാരനാണ് പെരുമാൾ മുരുകൻ. സമീപകാലത്ത് കർണാടക സംഗീതം വീണ്ടും പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. കർണാടക സംഗീതത്തിന്റെ ഇത്തരത്തിലുള്ള കലക്കങ്ങൾ, തർക്കങ്ങൾ പുതിയ കാര്യമൊന്നുമല്ല. എന്നാൽ പുതിയ തർക്കം സാധാരണയിൽ കവിഞ്ഞ് കുറെ കൂടി രാഷ്ട്രീയവും സാമൂഹ്യവുമായ മാനങ്ങൾ കൂടി ആർജിച്ചിട്ടുണ്ട്. കർണാടക സംഗീതത്തിലെ നിലവിലുള്ള ഏറ്റവും പ്രമുഖ സംഗീതജ്ഞന്മാരിൽ ഒരാളായ ടി.എം. കൃഷ്ണയ്ക്ക് സംഗീത കലാനിധി എന്ന പുരസ്കാരം മദ്രാസ് മ്യൂസിക് അക്കാദമി ഈ വർഷം നൽകിയതായി വാർത്ത വരുന്നു. സംഗീത കലാനിധി എന്ന് പറയുന്ന അവാർഡ് ഒരു കർണാടക സംഗീതത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അവാർഡാണ്. പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ അവാർഡുകളും പോലെ ഒരു പേര് മാത്രമായിരിക്കും അത്. പക്ഷെ ഒരു കർണാടക സംഗീതത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമി അവാർഡ് പോലെയോ അല്ലെങ്കിൽ ഓസ്കാർ പോലെയോ അല്ലെങ്കിൽ നൊബേൽ പോലെയോ ഒക്കെ ആ കർണാടക സംഗീത മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സംഗീത കലാനിധി കിട്ടുക എന്ന് പറയുന്നത് ഒരു പരമോന്നത പുരസ്കാരമാണ്. ആ അവാർഡ് ടി.എം. കൃഷ്ണയ്ക്ക് നൽകാനാണ് ഇത്തവണ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ തീരുമാനം. പക്ഷെ ആ തീരുമാനത്തിന് ശേഷം കർണാടക സംഗീത രംഗത്ത് നടക്കുന്ന പ്രതികരണങ്ങളും സംഭവ വികാസങ്ങളും ആണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നടന്ന ഒരു കാര്യം, അതുപോലെ തന്നെ വളരെ പ്രശസ്തരും അതോടൊപ്പം ഇന്നത്തെ കർണാടക സംഗീതത്തിലെ ഏറ്റവും പ്രമുഖരുമായ രഞ്ജിനി ഗായത്രി എന്ന് പറയുന്ന ഒരു കർണാട്ടിക് ഡിയോ, കർണാടക സംഗീത ദ്വയം, രണ്ടുപേരും ചേർന്നാണ് പാടാറുള്ളത്. രഞ്ജിനി ഗായത്രിമാർ ഇത്തവണത്തെ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ കോൺഫറൻസിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കാൻ അവരുടെ കച്ചേരി നിശ്ചയിച്ചിരുന്നു. ഇത്തവണ കോൺഫറൻസിൽ അവരുടെ കച്ചേരി തന്നെ അവര് വിഡ്രോ ചെയ്തു. അവർ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചു. ആ വിവരം അറിയിച്ചുകൊണ്ടൊരു ഒരു കത്ത്, ഒരു ലെറ്റർ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ കത്തിനകത്ത് പ്രധാനമായും അവർ പറഞ്ഞത് സംഗീത കലാനിധി അവാർഡുമായിട്ടൊന്നും അവർക്ക് പ്രത്യേകിച്ച് കാര്യമില്ല, അതൊക്കെ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ തീരുമാനമാണ് ആർക്ക് കൊടുക്കണം എന്നത്. പക്ഷേ ടി.എം. കൃഷ്ണ അധ്യക്ഷത വഹിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ടാണ് അവർ വിഡ്രോ ചെയ്യുന്നത്. അവർ വിഡ്രോ ചെയ്യുന്നതിന്റെ കാരണങ്ങളായിട്ട് അവർ പറയുന്നത് ടി.എം. കൃഷ്ണ കർണാടക സംഗീതത്തിന്റെ ഫ്രട്ടേണിറ്റിയെ, സാഹോദര്യത്തെ വലിയ തോതിൽ അപമാനിച്ച ആളാണ്. വലിയ തോതിലുള്ള വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആരോപണം, ബ്രാഹ്മണ സമൂഹത്തെ വലിയ തോതിൽ അപമാനിച്ച ഒരാളാണ്. ബ്രാഹ്മണ സമൂഹത്തെ വലിയ തോതിൽ കുറ്റം പറഞ്ഞ ആളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, പെരിയാർ, തന്റെ പെരിയാർ എന്ന് തമിഴ്നാട്ടുകാർ പറയുന്ന പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കരെ കുറിച്ച് അദ്ദേഹം ഒരുപാട് പുകഴ്ത്തി പാടി. അതൊരു വലിയ ക്രൈമാണ്. കാരണം പെരിയാർ ബ്രാഹ്മണ ജനോസൈഡിന് ആഹ്വാനം ചെയ്ത ഒരാളാണ്, ബ്രാഹ്മണ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത ഒരാളാണ്. അത്തരത്തിൽ ഒരാളെ കുറിച്ച് പുകഴ്ത്തിപ്പാടി. അങ്ങനെയൊക്കെയുള്ള ടി.എം. കൃഷ്ണ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ആയതുകൊണ്ട് അവിടെയുള്ള കച്ചേരി അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ അത് വിഡ്രോ ചെയ്യുന്നു എന്നാണ് അവരുടെ തീരുമാനം അവർ അറിയിച്ചത്. തുടർന്നുള്ള ചില അഭിമുഖങ്ങളിൽ അവർ കൂടുതൽ വിശദീകരണങ്ങളും നൽകുന്നുണ്ട്. ടി.എം. കൃഷ്ണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു അറ്റൻഷൻ സീക്കിംഗ് പരിപാടിയാണ്. കർണാടക സംഗീതത്തെ കൂടുതൽ ജനകീയമാക്കണമെങ്കിൽ അതൊക്കെ ആക്കാം, അതൊക്കെ നല്ല കാര്യവുമാണ്, അതിനൊക്കെ ഞങ്ങളും സപ്പോർട്ടീവാണ്. ബട്ട് ടി.എം. കൃഷ്ണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ അറ്റൻഷൻ സീക്കിംഗ് പരിപാടിയാണ്, അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. എനിവേ, അത് രഞ്ജിനി ഗായത്രിയിൽ ഒതുങ്ങിയില്ല. മറ്റ് പലരിലേക്ക് അത് ക്രമേണ പടരുകയും ക്രമേണ കർണാടക സംഗീതത്തിലെ മറ്റു പലരും, അതോടൊപ്പം കർണാടക സംഗീതത്തിന്റെ തന്നെ മറ്റൊരു ഉപവിഭാഗം പോലെ കരുതപ്പെടുന്ന ഹരികഥ പോലെയുള്ള കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളും എല്ലാവരും, അങ്ങനെ പലരും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ലെറ്ററുകൾ അയക്കുന്നു. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ പ്രോഗ്രാമിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, ഇതിനോടുള്ള വിയോജനങ്ങൾ അറിയിക്കുന്നു.
ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പലരും ഒരുപാട് കാരണങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ദുഷ്യന്ത് ശ്രീധർ എന്ന് പറയുന്ന ഒരു കലാകാരനെ എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹം രാമനെ അപമാനിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരോപണങ്ങളായിട്ട് വരും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ ചരിത്രപരമായി കൂടി കാണേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഗീത രംഗത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ക്ലാസിക്കൽ സംഗീതം, തെന്നിന്ത്യൻ സംഗീതം, കർണാടക സംഗീതം എന്നൊക്കെ വ്യവഹരിക്കുന്ന ഈ സംഗീതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദശയാണ് 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ മുതൽ ഓൾ ഓവർ ഇന്ത്യയിലെമ്പാടുമുള്ള സംഗീതം തന്നെ, അത് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിക്കൽ സംഗീതമായിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതം, ഇവിടെയുള്ള കർണാടക സംഗീതം തുടങ്ങിയ സംഗീതങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഒരുപാട് ചർച്ചകൾ ആരംഭിക്കുകയും എങ്ങനെ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കുള്ള ഒരു അസ്തിത്വം വരുന്നത് 20-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. അതിനു മുമ്പ് ഫ്യൂഡൽ അന്തരീക്ഷത്തിലാണ് ഈ കലകൾ മിക്കവാറും അവതരിപ്പിക്കപ്പെടുന്നത്. രാജസദസ്സുകളിൽ, രാജ ദർബാറുകളിൽ, അതുപോലെ തന്നെ വലിയ ഫ്യൂഡൽ വേദികളിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്ന ഈ സംഗീതം അവിടെ നിന്ന് മാറി ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കുള്ള ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ, ഒരു പുതിയ പൊതുവേദികളിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള പല ചർച്ചകളും വരുന്നുണ്ട്. ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യഘട്ടം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ ദേശീയതയുടെ ഉരുവവുമായി ഇതിന് വലിയ ബന്ധമുണ്ട്. ഇന്ത്യൻ ദേശീയത, നാഷണലിസം എന്ന് പറയുന്ന ഒരു കാര്യം ശക്തിപ്പെട്ടു വരുന്നു. ദേശീയത ഒരു പ്രസ്ഥാനമായി തന്നെ വികസിച്ചു വരുന്നു. ദേശീയ പ്രസ്ഥാനം വികസിക്കുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടം വരുന്നു. അപ്പോൾ ഒരു ഇന്ത്യ എന്ന വികാരം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയതയുമായി ഇന്ത്യയിലെ കലകളെയൊക്കെ കൂട്ടിയിണക്കുന്ന ഒരു പ്രവണത വളരെ ശക്തിപ്പെട്ടു. അതിപ്പോ സംഗീതം മാത്രമല്ല, നൃത്തവും എല്ലാം. ഇന്ത്യയിൽ പലതരത്തിലുള്ള നൃത്തങ്ങളും പലതരത്തിലുള്ള സംഗീതമാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാലോ, ഇന്ത്യ ഒരു വളരെ വേഴ്സിറ്റൈലായ, വളരെ ബഹുസ്വരമായ ഒരു രാഷ്ട്രമാണ്. ഓരോ നാട്ടിലും പലതരം സംഗീതവും പലതരം നൃത്തവും ഒക്കെ ഉണ്ട്. അതിൽ ഈ പ്രധാനപ്പെട്ട പല നൃത്തങ്ങളെയും ഇന്ത്യൻ ദേശീയതയുമായി കൂട്ടിയിണക്കുക എന്ന് പറയുന്ന ഒരു വളരെ വളരെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു പരിപാടി നടക്കുകയാണ്. കാരണം ദേശീയതയ്ക്ക് ഇത്തരത്തിലുള്ള ദേശീയ കല എന്ന് പറയുന്ന ഒരു നാഷണൽ ആർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യം. അപ്പോൾ നാഷണൽ മ്യൂസിക് കോൺഫറൻസ് എന്ന പേരിൽ 1914-15 കാലഘട്ടം മുതൽ തന്നെ 1912 ആദ്യത്തെ കോൺഫറൻസ് നടക്കുന്നത്. അത് മുതൽ തന്നെ നാഷണൽ മ്യൂസിക് കോൺഫറൻസ് നടക്കുന്നുണ്ട്. പലൂസ്കർ, ഖെഡ്ബാലെ, മറ്റേ ബാഡ്ഗഡെ എന്നൊക്കെ പറയുന്ന വളരെ വിഷ്ണുനാരായൺ ബാഡ്ഗഡെ എന്നൊക്കെ പറയുന്ന വളരെ പ്രമുഖരായ സംഗീതജ്ഞരായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. എല്ലാവരും ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരാണ്. അത് തന്നെ വിഷ്ണുനാരായൺ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ തെന്നിന്ത്യൻ സംഗീതം അഥവാ കർണാടക സംഗീതം താരതമ്യേന കൂടുതൽ സുരക്ഷിതമായ, സമ്പന്നമായ ഒരു അവസ്ഥയിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിപ്പോഴും കാണാം നമുക്ക്. ഈ സമ്പന്നത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ജനകീയതയും വലിയ തോതിലുള്ള പങ്കാളിത്തവും നടക്കുന്ന ഒരു പരിപാടിയാണ് മദ്രാസിനെ സംബന്ധിച്ചിടത്തോളം ഈ മ്യൂസിക് ഫെസ്റ്റിവലുകൾ എന്ന് പറയുന്നത്. മാർഗഴി ഫെസ്റ്റിവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഡിസംബർ, ജാൻ മാസങ്ങളിൽ നമ്മൾ ചെന്നൈയിൽ പോവുകയാണെങ്കിൽ ചെന്നൈയിൽ നടക്കുന്ന കച്ചേരികൾക്ക് എണ്ണമില്ല. സാധാരണ നിലയ്ക്കൊരു കണക്ക് പറയാ, ഏതാണ്ട് ഒരു മാർഗഴി മാസം 30 ദിവസത്തോളം വരുന്ന ഈ മാർഗഴി മാസത്തിൽ നടക്കുന്ന മാർഗഴി ഫെസ്റ്റിവലിന് 30 ദിവസത്തിനിടയ്ക്ക് ഏതാണ്ട് ഒരു 3000-ഓളം കച്ചേരികളാണ് നടക്കുന്നത്. 30 ദിവസത്തിൽ 3000 കച്ചേരി നടക്കുന്ന വേറെ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ലോകത്ത് തന്നെ നടക്കുന്നുണ്ടാവുമെന്ന് സംശയമാണ്. അത്ര വിപുലമായ പരിപാടിയാണ് ചെന്നൈയിൽ നടക്കുക. അത് മുൻപും അതെ, ഇപ്പോഴും അതെ. അങ്ങനെ സമ്പന്നമായിട്ടാണ് അത് നിലനിൽക്കുന്നത്. അത് അതിന്റെ ഒരു ഭാഗത്ത് സമൃദ്ധിയാണ്. മറുഭാഗത്ത് വിഷ്ണുനാരായൺ സൂചിപ്പിക്കുന്ന കാര്യത്തിനകത്ത് മറ്റൊരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം അതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ കൃത്യമായ ഒരു ഹൈന്ദവ കൾച്ചർ ഇതിനകത്തുണ്ട്. മുഹമ്മദീയർ തൊടാത്ത സംഗീതം എന്ന നിലയ്ക്കാണ് ഈ തെന്നിന്ത്യൻ സംഗീതം നിൽക്കുന്നത് എന്നായിരുന്നു അതിനകത്തൊരു പോയിന്റ്. അതേസമയം ഹിന്ദുസ്ഥാനി അങ്ങനെയല്ല. ഹിന്ദുസ്ഥാനി ഖരാനകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനി ഖരാനകൾക്കകത്ത് ഒരു ഭാഗത്ത് മുൻപ് മുതലേ തന്നെ ഈ നമ്മൾ ഹിന്ദുക്കൾ എന്ന്, പിന്നീട് ഹിന്ദു എന്ന പേര് പണ്ടില്ലാത്തതാണ്, പക്ഷെ ഒരു ആധുനിക ഘട്ടത്തിൽ ഹിന്ദു എന്നൊരു പൊതുനോമിൽ വരുന്ന ഒരുപാട് പേർ അത് പാടുന്നുണ്ട്. അതേസമയം തന്നെ മുസ്ലിം ട്രഡീഷനും ഹിന്ദുസ്ഥാനി സംഗീതത്തിനും വളരെ പ്രബലമാണ്.
അതായത് മുഗൾ ഘട്ടം മുതൽ വളരെ പ്രബലമായി തന്നെ ദർബാറുകളിൽ നിന്ന് സംഗീതം രൂപപ്പെടുകയും വലിയ ഘരാനകൾ തന്നെ മുസ്ലിം സംഗീതജ്ഞരുടേതായിട്ട് രൂപപ്പെടുകയും ചെയ്യും. നമുക്ക് ആധുനിക കാലത്ത് ഒരുപാട് സംഗീതജ്ഞരെ നമുക്ക് അറിയുമായിരിക്കും. ഉസ്താദ് ബിസ്മില്ല ഖാൻ, ഷഹനായി മാന്ത്രികനായിരുന്ന ബിസ്മില്ല ഖാനെ പോലെ, അലി അക്ബർ ഖാനെ പോലെ, എത്രയോ ഉസ്താദ് റാഷിദ് ഖാനെ പോലെ ഒരുപാട് പേര്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ധാര അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് ഇല്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത് നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതാണ്ട് ഇപ്പോഴും ഈ കാര്യം ഇങ്ങനെയൊക്കെയല്ലേ നിലനിൽക്കുന്നത് എന്ന് നോക്കിയാൽ അങ്ങനെയാണ് എന്നതാണ് അതിന്റെ വാസ്തവം. നമ്മൾ മാർഗഴി ഉത്സവം പരിശോധിച്ചാൽ അതിനകത്ത് വലിയ തോതിൽ മറ്റു മതസ്ഥരുടെ ഒന്നും പങ്കാളിത്തം കാണാൻ പറ്റില്ല. അപവാദമായി ഒന്നോ രണ്ടോ ആളുകളുടെയൊക്കെ ഉദാഹരണം വേണമെങ്കിൽ എടുത്ത് പറയാം. പക്ഷേ മൊത്തത്തിൽ അതൊരു വലിയ തോതിലുള്ള സവർണ ഹൈന്ദവ കെട്ടായിട്ട് തന്നെ നിൽക്കുന്നു. ഈ മാർഗഴി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്, സംഗീതോത്സവം എന്ന് പറയുന്നത് വളരെ വിപുലമായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് എന്നതിനോടൊപ്പം തന്നെ കർണാടക സംഗീതത്തിന്റെ ഒരു സമൃദ്ധിയും നമ്മൾ കാണണം. ഇപ്പോഴും ഒരുപാട് ചെറുപ്പക്കാർ വരികയും ഒരുപാട് ചെറുപ്പക്കാരായ കലാകാരന്മാരും ആസ്വാദകരും വരികയും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ പരിപാടിയായിട്ടാണ് കർണാടക സംഗീതത്തിന്റെ ഒരു മണ്ഡലം നിലനിൽക്കുന്നത്. അത് അതിന്റെ ഒരു വലിയ സമൃദ്ധിയാണ്, ഘനമാണ്. നമ്മളതില് ബോധ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ടി എൻ കൃഷ്ണ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, ചില വിമർശനങ്ങൾ എന്നിവയുണ്ടായിരുന്നു. ആ വിമർശനങ്ങളും ചോദ്യങ്ങളും കൃഷ്ണ സ്വന്തം സംഗീതത്തിൽ ചെയ്ത ചില മാറ്റങ്ങളുമാണ് ഇപ്പോഴത്തെ ഈ വലിയ തർക്കങ്ങൾക്കും വലിയ വിവാദങ്ങൾക്കും ഒക്കെ കാരണമായി തീർന്നത്. ടി എം കൃഷ്ണ എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ, അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഒരു എലീറ്റ് ബ്രാഹ്മണനായി തന്നെ വളർന്ന ആളാണ്. ഈ എലീറ്റ് ബ്രാഹ്മൺ കുടുംബത്തിൽ വളർന്ന ഒരാൾ എന്ന നിലയ്ക്കുള്ള എല്ലാ പ്രിവിലേജുകളും അനുഭവിച്ചു വളർന്ന ആളാണ്. കർണാടക സംഗീതത്തിന്റെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ സംഗീതന്മാരിൽ ഒരാളായ ശമ്മാങ്കുടി ശ്രീനിവാസ അയ്യരാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗുരുനാഥൻ. മറ്റ് ഗുരുനാഥന്മാരുണ്ട്, ചെങ്കൽപ്പേട്ട് രംഗനാഥൻ അടക്കമുള്ള ഗുരുനാഥന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ശമ്മാങ്കുടിയാണ് പ്രധാനമായും പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം ശമ്മാങ്കുടി ബാണിയിൽ ഏറ്റവും പ്രമുഖനായി വന്ന ഒരു യുവ താരമായിട്ടാണ് ഈ ടി എം കൃഷ്ണ എന്നുള്ള താരോദയം ഉണ്ടാവുന്നത്. അന്ന് ഈ പറയുന്ന ചെന്നൈ ബ്രാഹ്മണിക് വേൾഡിനാണെങ്കിലും കർണാടക സംഗീതത്തിന്റെ പൊതുമണ്ഡലത്തിലാണെങ്കിലും ടി എൻ കൃഷ്ണ വളരെ സ്വീകാര്യനും അഭിമാനതാരവുമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഘട്ടം, ആ ഒരു വലിയ ഘട്ടം ഒന്നാകെ പിന്നിടുന്നത്. കർണാടക സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ താരോദയങ്ങളിൽ ഒന്നായിരുന്നു ടി എൻ കൃഷ്ണ. ടി എൻ കൃഷ്ണയിൽ ഏതാണ്ട് 2000-ന് ശേഷം നടന്ന വളരെ ഗ്രാജ്വലായ അദ്ദേഹത്തിന്റെ തന്നെ അന്വേഷണങ്ങളുടെയും അദ്ദേഹത്തിന്റെ സ്വയം വിമർശനാത്മകവും സാമൂഹ്യ വിമർശനാത്മകവുമായ പലവിധ ശ്രമങ്ങളുടെയും ഒക്കെ ഭാഗമായി നടന്ന പരിണാമങ്ങളും അദ്ദേഹത്തിന്റെ ചിന്തയ്ക്ക് ശേഷം ആ ആശയങ്ങളുടെ ഒരു പ്രവർത്തനത്തിൽ ഒരേപോലെ തന്നെ അതിന്റെ തിയറിയിലും പിന്നീട് അതിന്റെ പ്രാക്ടീസിലും നടന്ന മാറ്റങ്ങൾ, അതാണ് വലിയ തോതിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം വഴിതെളിച്ചത് എന്ന്, പ്രശ്നം ഇൻവെർട്ടഡ് കോമയിൽ അതിനെല്ലാം വഴിതെളിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താണെന്ന് വെച്ചാൽ, കൃഷ്ണജാതി എന്ന പ്രശ്നത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങും. കർണാടക സംഗീതം പാടുന്ന വേദി അദ്ദേഹത്തെ ആദ്യഘട്ടം മുതൽ ചിലപ്പോഴൊക്കെ അസ്വസ്ഥപ്പെടുത്തുകയും വലിയ തോതിൽ ഇതൊരു പ്രത്യേക ജാതി സമൂഹത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ള ചോദ്യം അദ്ദേഹം പലതരത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഈ പറയുന്ന പ്രധാനപ്പെട്ട വിമർശകരുടെ എല്ലാം വാദം കർണാടക സംഗീതത്തിന് ഇപ്പൊ അങ്ങനെ ജാതിയൊന്നുമില്ല എന്ന കാര്യമാണ് അവർ പറയുന്നത്. വളരെ ഡിപ്ലോമാറ്റിക് ആയ സ്റ്റേറ്റ്മെന്റ് ആണത്. കർണാടക സംഗീതത്തിൽ ജാതിയൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാൻ, രജനി ഗായത്രിമാർ അത് ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും മ്യൂസിക് ടീച്ചർ കുട്ടികളെ ചേരുമ്പോൾ നിങ്ങൾ ഏതാണ് ജാതി എന്ന് ചോദിച്ച് എടുക്കുന്നുണ്ടോ? അതൊന്നും ഉള്ളതായിട്ട് അറിയുക പോലും അങ്ങനെ ചെയ്യുന്നില്ല. മാത്രമല്ല, രസികർ എന്ന് പറയുന്നത് അഥവാ ആസ്വാദകർ എന്ന് പറയുന്നത് ഒരു ദുഷ്യന്ത് ശ്രീധരന്റെ വാക്കിൽ പറഞ്ഞാൽ താനാവന്ത കൂട്ടം എന്ന് പറയുന്ന പോലെ ആ വന്നു ചേരുന്ന ഒരു കൂട്ടമാണ്. ആ കൂട്ടത്തിൽ ഒരു 80% ബ്രാഹ്മണരാണ് എന്നത് വാസ്തവമാണ്. അതിന് ഒരു കാരണമായിട്ട് ദുഷ്യന്തൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ DNA-യിൽ തന്നെ ഈ കർണാടക സംഗീതത്തോടുള്ള ഇഷ്ടം ഉണ്ടാവാം എന്നാണ്. ഓരോ വാദങ്ങളാണ് കേട്ടോ. മറ്റൊന്ന് അവരുടെ ശീലം അതിനോടൊപ്പം നിൽക്കുന്നു എന്നതാവാം.
പക്ഷെ അതൊന്നും ഏതെങ്കിലും നിലയ്ക്ക് ജാതി ഇതിനകത്ത് പ്രവർത്തിക്കുന്നു എന്നതിനുള്ള തെളിവാവുന്നില്ല എന്നാണ് അവർ പറയുന്ന ഒരു വാദം. പക്ഷേ ഈ വാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ടി എൻ കൃഷ്ണ തന്നെ മുമ്പ് തന്നെ മറുപടി നൽകുന്നുണ്ട്. ടി എൻ കൃഷ്ണ പറയുന്ന ഒരു കാര്യം, ആർക്ക് വേണമെങ്കിലും കടന്നു വരാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം യഥാർത്ഥത്തിൽ ആളുകൾ കടന്നു വരില്ല എന്ന് പറയുന്ന പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ജാതി വിമർശനത്തെ സംബന്ധിച്ച വളരെ സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയ ധാരണ ടി എം കൃഷ്ണയ്ക്ക് ഉണ്ട് എന്നതുകൊണ്ടാണ് കൃഷ്ണ ഈ പ്രശ്നത്തെ തിരിച്ചറിയുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാലോ, ഇപ്പൊ കേരളത്തിൽ ജാതി ഇല്ലാതായി എന്ന് നമ്മൾ പറയും. നമുക്ക് പൊതുമണ്ഡലത്തിന്റെ കാര്യം എടുത്താൽ നമുക്കറിയാം. കേരളത്തിൽ ജാതി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളില്ലേ? കേരളത്തിൽ എന്താ ജാതി ഉള്ളത്? ആരെങ്കിലും ജാതി ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ടോ? അതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെയും ഒക്കെ കാലത്ത് എന്തോ പ്രശ്നമാണ്. ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറയും. പക്ഷെ തലച്ചോറുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം കേരളത്തിൽ ജാതി ഉണ്ട്. കേരളത്തിലെ ജാതി വളരെ സൂക്ഷ്മമായി അകത്ത് മനുഷ്യരുടെ പെരുമാറ്റങ്ങളിൽ, മനുഷ്യരുടെ ജീവിതശീലങ്ങളിൽ, മനുഷ്യരുടെ വ്യക്തിപരമായ ഓരോ തീരുമാനങ്ങളിലും, വിവാഹം മുതലുള്ള ഏറ്റവും സുപ്രധാനമായ ഏത് തീരുമാനത്തിലും ജാതി ശക്തമായി പ്രവർത്തിക്കുന്നു നമുക്കറിയാം. കൃഷ്ണ പറയുന്ന പ്രശ്നം അതാണ്. അതായത് നിങ്ങളൊക്കെ വന്നോളൂ കർണാടക സംഗീത കച്ചേരിക്ക്, നിങ്ങൾക്ക് വന്നിരിക്കാം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദളിതരായ ആളുകളൊക്കെ എല്ലാവരും ഓടി കർണാടക സംഗീതം കേൾക്കാൻ വന്നിരിക്കുകയൊന്നുമില്ല. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഡോർസ് ആർ ഓപ്പൺ എന്നാണ് വിമർശകർ പറയുന്നത്. വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ കൃഷ്ണ പറയുന്ന അതിനൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടിന്റെ വാതിൽ നമ്മൾ തുറന്നിട്ടു എന്ന് വെക്കുക, അതുകൊണ്ട് മാത്രം എല്ലാ ആളുകളും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമോ? കയറി വരില്ല. നിങ്ങളുടെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കള്ളന്മാര് ചിലപ്പോൾ നിങ്ങൾ വിളിക്കാതെ വീട്ടിലേക്ക് കയറി. അല്ലാതെ അന്തസ്സുള്ള മനുഷ്യർ നിങ്ങളുടെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം വീട്ടിൽ കയറില്ല. നമ്മുടെ വീട്ടിലേക്ക് ആളുകൾ വരണമെങ്കിൽ നമ്മൾ അവരെ വെൽക്കം ചെയ്യണം. അപ്പൊ മാത്രമേ ആളുകൾ വരുള്ളൂ. വെൽക്കമിങ് ആയിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ചെയ്യുന്നില്ല എന്നാണ് കൃഷ്ണയുടെ വിമർശനം. കൃഷ്ണ പറയുന്നത്, ചിലപ്പോൾ നമ്മൾ വെൽക്കം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ചില ആളുകളെ ഗേറ്റ് വരെ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ റോഡ് വരെ പുറത്തേക്ക് ഇറങ്ങി ചില ആളുകളെ നമ്മൾ ആലിംഗനം ചെയ്ത് എന്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ലേ? അവരവിടെ ഇല്ല എന്നുള്ളത് അവരുടെ ഒരു കുഴപ്പമാണ് എന്ന നിലയ്ക്ക് നമ്മൾ സംസാരിക്കുന്നത് സത്യത്തിൽ ഒരു തെറ്റാണ്. അത് അവരുടെ ഒരു കുഴപ്പമല്ല, മറിച്ച് നമ്മൾ വെൽക്കമിങ് അല്ല എന്നതിന്റെ ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ആന്തരികമായി ഈ ജാതി ശക്തമായി പ്രവർത്തിക്കുന്നു എന്നാണ് കൃഷ്ണയുടെ വിമർശനത്തിന്റെ ഏറ്റവും ലളിതമായി പറഞ്ഞാലുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇതിനെ ഇന്നത്തെ ചെന്നൈ സംഗീത കൂട്ടത്തിലെ ഒരു പ്രബലമായ ഒരു വലിയ പക്ഷം അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ ഒരു വശം. രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർണാടക സംഗീതത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലുടനീളം എങ്ങനെയാണ് അതിന്റെ ഒരു സവർണ ജാതി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നത് നമുക്ക് വ്യക്തമാവും. കർണാടക സംഗീതത്തിന്റെ 19-ാം നൂറ്റാണ്ട് മുതലുള്ള ചെന്നൈയിലെ യാത്ര നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലരും അധികം ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റ് ഉണ്ട്. ഈ നാഷണൽ മ്യൂസിക് കോൺഫറൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ബനാറസിൽ, ബറോഡയിൽ ഒക്കെയാണ് നടക്കുന്നത്. ബറോഡയിലൊക്കെ നടന്നതിന് ശേഷമാണ് ചെന്നൈ മ്യൂസിക് അക്കാദമിയുടെ തന്നെ രൂപീകരണത്തിലേക്ക് ഒരു വഴിതെളിക്കുന്ന മദ്രാസിൽ വെച്ച് നടക്കുന്ന ഈ തെന്നിന്ത്യൻ മ്യൂസിക് കോൺഫറൻസുകളൊക്കെ നടക്കുന്നത് 1920-കൾക്ക് ശേഷം. ഈ 20-കൾക്ക് ശേഷം അത് നടക്കുന്നതിന് മുമ്പ് തന്നെ തഞ്ചാവൂരിൽ വെച്ച് അബ്രഹാം പണ്ഡിതൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തഞ്ചാവൂരിൽ വെച്ച് ഒരു മ്യൂസിക് കോൺഫറൻസ് സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അബ്രഹാം പണ്ഡിതൻ എന്നാണ്. അദ്ദേഹം വലിയ തമിഴ് വാദിയായിരുന്നു. തമിഴ് എന്ന് പറയുന്ന അതിപ്രാചീനമായ ഭാഷയാണെന്നും തമിഴ് ഭാഷയുടെ അഭിമാനവും അതിനെക്കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായ ഒരു ചരിത്ര ബോധ്യങ്ങളും ഒക്കെ പങ്കിട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം പങ്കിട്ട തമിഴിനെ കുറിച്ചുള്ള ചരിത്ര ബോധ്യങ്ങൾ ചിലപ്പോൾ ഇന്ന് ചിന്തിക്കുമ്പോൾ കുറെ അശാസ്ത്രീയമായിരിക്കും. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇന്നത്തെ ആധുനിക ചരിത്ര ബോധ്യങ്ങൾ വെച്ചിട്ട് അങ്ങനെയൊന്നും ആവില്ല ചരിത്രം. പക്ഷേ അദ്ദേഹം ഈ കാര്യത്തിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട, ഈ കാര്യത്തിൽ ഇടപെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, തമിഴ് എന്ന് പറയുന്ന അതിപ്രാചീനമായ ഒരു ഭാഷയാണ്. തമിഴ് ഭാഷയ്ക്ക് സംഗീതവുമായി അത്ര കണ്ടൊരു ബന്ധമുണ്ട്. ഇമ്പമാന കുരൽ എന്നാണ് തമിഴിനെ പറ്റി പറയുന്നത്. തമിഴർ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അതിനകത്തൊരു മ്യൂസിക് ഫീലിംഗ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു അല്പം ഈണത്തിലാണ് തമിഴിൽ സംസാരിക്കാൻ. സാധാരണ തമിഴ്നാട്ടുകാർ സംസാരിക്കുന്ന തമിഴിൽ പോലും ഒരു ഈണമുണ്ട്. ഈ ഈണത്തെ തന്നെ അദ്ദേഹം
ക്രമേണ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സംഗീതമായിട്ടാണ് എന്ന് കാണുന്നു. അതിനെ അദ്ദേഹം വളരെ വലിയ തോതിലുള്ള അതിനകത്തൊരു പഠനം നടത്തുകയും തമിഴ് കൃതികളുടെ അതിശക്തമായ ഒരു വലിയ സമാഹരണം നടത്തുകയും ഒക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ എബ്രഹാം പണ്ഡിതർ ഈ ചെന്നൈ മ്യൂസിക് കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് മരിച്ചുപോയി. അതിനുശേഷം ഈ തഞ്ചാവൂരിലെ ഈ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്കൊക്കെ ശേഷമാണ് മദ്രാസിൽ സംഗീത സഭകൾ രൂപീകരിക്കപ്പെടുന്നത്. അപ്പൊ അതിൽ വരുന്ന ഒരു പ്രധാന മാറ്റം നമ്മൾ ശ്രദ്ധിക്കണം. പണ്ട് ഈ കർണാടക സംഗീതം പലയിടത്തും അവതരിപ്പിക്കപ്പെട്ടിരുന്നത് ഈ പഴയ രാജദർബാറുകൾ, ഇപ്പൊ വൊഡയാർ രാജാവിന്റെ കൊട്ടാരം, അല്ലെങ്കിൽ തഞ്ചാവൂർ കൊട്ടാരം, മധുരൈ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ കൊട്ടാരങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ പലപ്പോഴും രാത്രികൾ നീണ്ടു നിൽക്കുന്ന വലിയ സംഗീത സഭകൾ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഒരു രാത്രി മുഴുവൻ പാടുക ഒരു ഗായകൻ, രാത്രി മുഴുവൻ ഇരുന്ന് പാടുക. അപ്പൊ ഒരു രാഗം തന്നെ മണിക്കൂറുകളോളം പാടാം. അപ്പം 6 മണിക്കൂറൊക്കെ രാഗം പാടുക എന്ന് പറയുന്നതൊക്കെയാണ് ഒരാളുടെ വലിയൊരു കേമത്തമായിട്ട് പറയുക. ഇപ്പം തോടി, സീതാരാമയ്യ എന്നൊക്കെയുള്ള പേരുകളൊക്കെ നമ്മുടെ ചരിത്രത്തിൽ കാണാം. അതൊക്കെ ഡിബേറ്റബിൾ ആണ് എങ്കിൽ പോലും. എന്ന് വെച്ചാൽ തോടി രാഗം മണിക്കൂറുകൾ ഇരുന്ന് പാടിയിരുന്നു അദ്ദേഹം എന്നാണ് ഒരു കഥ. അത്തരത്തിൽ സംഗീത കച്ചേരിക്ക് ഒരു സമയമൊന്നുമല്ല, ഒരുപാട് മണിക്കൂറുകളാണ്. അത് ഈ ആധുനിക ഘട്ടത്തിൽ നടക്കാതെ ഇതൊരു വലിയ മാറ്റമാണ്. ഇപ്പൊ നമുക്ക് ഒരു രാത്രി മുഴുവൻ ഇരുന്നിട്ട് ഒരു കച്ചേരി നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ 20-ാം നൂറ്റാണ്ടായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരെ കിട്ടാതായി. കാരണം നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണം കൃത്യമായി ഒഫീഷ്യലാക്കപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അതിന്റെ ടൂൾസ് സമൂഹത്തിൽ കൃത്യമായി വരുന്നു. സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥ സമൂഹം രൂപപ്പെട്ടു വരുന്നു. അപ്പൊ ഉദ്യോഗസ്ഥ സമൂഹമാണ് പലപ്പോഴും പട്ടണങ്ങളെ തീരുമാനിക്കുന്നത് വരുന്നു. ചെന്നൈ ഒരു വലിയ നഗരമായി മാറുന്നു. അപ്പൊ ഈ ചെന്നൈ നഗരം എന്ന് പറയുന്നതിനകത്ത് മദ്രാസ് നഗരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വലിയ ഉദ്യോഗസ്ഥ പട ഉണ്ടായി വരിക, വലിയ ഉദ്യോഗസ്ഥ പട. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യാണ്, ഓഫീസ് ജോലി ചെയ്യാണ്. ആ ഓഫീസ് ജോലി കഴിഞ്ഞാൽ പിന്നെയുള്ള ഇതൊരു ലിഷർ ടൈം ഉണ്ടാവും. ആ ലിഷർ ടൈം കഴിഞ്ഞാൽ അവർക്ക് കിടന്നുറങ്ങണം, കാരണം പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകണം. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. സോ അതുകൊണ്ട് മ്യൂസിക് കച്ചേരിക്കൊക്കെ ഒരു സമയം വരണം. അപ്പോ പരമാവധി നമുക്ക് എടുക്കാവുന്ന ഒരു സമയമല്ല, ഒരു 3 മണിക്കൂറൊക്കെയാണ് നമുക്കൊരു കച്ചേരിക്ക് എടുക്കാവുന്ന സമയം. ദ മാക്സിമം ടൈം 3-3.5 മണിക്കൂർ. അപ്പൊ അതിനകത്ത് വരുന്ന രീതിയിൽ ഈ കർണാടക സംഗീതത്തിന്റെ പലതരം ഇനങ്ങളെയൊക്കെ കൂട്ടിയിണക്കിയ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം, ഒരു ഘടന. ആ ഘടനാപരമായ പണി പ്രധാനമായി എടുക്കുന്ന ഒരാൾ അരിയക്കുടി ശ്രീനിവാസ അയ്യങ്കാർ എന്ന് പറയുന്ന, അരിയക്കുടി എന്ന് പറയുന്ന അക്കാലത്ത് ഒരു പ്രധാന സംഗീതജ്ഞനാണ്. അതിനെയാണ് അരിയക്കുടി സ്ട്രക്ചർ, അരിയക്കുടി വടിവ്, അരിയക്കുടി ഘടന എന്നൊക്കെ നമ്മൾ പറയുക. എന്ന് വെച്ചാൽ അരിയക്കുടി കർണാടക സംഗീതത്തിലെ പലതരം ഐറ്റങ്ങളുണ്ട്. എന്ന് വെച്ചാൽ കർണാടക സംഗീതം പലതരം ഇനങ്ങളുള്ളതാണ്. വർണ്ണം, സബ്മെയിൻ, മെയിൻ, തില്ലാന, രാഗം, താനം, പല്ലവി എന്നൊക്കെ പറയുന്ന പല പരിപാടികളുണ്ട്. ഇതെല്ലാം ക്രമികമായി ആദ്യം വർണ്ണം മുതൽ അവസാനം മംഗളം വരെ ഇപ്പൊ കച്ചേരി നടത്തുന്ന ഒരു രീതിയുണ്ട്. അതനുസരിച്ചിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു കണക്കുണ്ടാക്കി ഏതാണ്ട് ഒരു 3-3.5 മണിക്കൂറിനകം പാടി തീർക്കാവുന്ന നിലയിൽ ഇതിന്റെ ഒരു ഘടനയെ പരിഷ്കരിക്കുകയാണ്. അപ്പൊ അതിലെ ഏറ്റവും മെയിൻ കൃതി തന്നെ ഓൾമോസ്റ്റ് ഒരു 1 hour ആണ് പാടാവുന്നത്. ആ രീതിയിലാണ് ആ ഘടന നിൽക്കുന്നത്. ആ രീതിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാകുക. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അരിയക്കുടി പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു. ഈ അരിയക്കുടി പ്ലാൻ എല്ലാവരും സംഗീതജ്ഞർ സ്വീകരിക്കുകയും 20-ാം നൂറ്റാണ്ടിലെ വലിയ സംഗീതജ്ഞരൊക്കെ പിന്നീട് അരിയക്കുടി പ്ലാൻ അനുസരിച്ചാണ് കർണാടക സംഗീത കച്ചേരി എന്ന് വരുന്നത്. അപ്പൊ ചെന്നൈ, അതായത് മദ്രാസ് കേന്ദ്രമാക്കി, മദ്രാസ് മ്യൂസിക് അക്കാദമി കേന്ദ്രമാക്കി വെറുതെ കച്ചേരി നടക്കുക മാത്രമല്ല, കച്ചേരിയുടെ ഘടന എങ്ങനെ, കച്ചേരി എങ്ങനെ നടത്തണം, അതിന്റെ ഗ്രാമർ എങ്ങനെയായിരിക്കണം, അതിന്റെ പർക്കഷൻസ്, അതിന്റെ ഒപ്പം പങ്കെടുക്കുന്ന വാദ്യോപകരണങ്ങൾ, സംഗീതോപകരണങ്ങൾ എന്തൊക്കെയായിരിക്കണം, ഇതൊക്കെ തീരുമാനിക്കപ്പെടുക. അപ്പൊ കർണാടക സംഗീതത്തിന്റെ ഒപ്പമുള്ള വാദ്യോപകരണങ്ങൾക്കകത്ത് പണ്ട്, തകിൽ, നാഗസ്വരം, കുന്നക്കോൽ ഇതൊക്കെ പറയുന്ന ഒരുപാട് പലതരം സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ തകിലും നാഗസ്വരവും ഒക്കെ ക്രമേണ കർണാടക സംഗീതത്തിന്റെ മെയിൻ കച്ചേരിയിൽ നിന്ന് ഔട്ടായി. അതിന് പകരമായി വയലിൻ ഒരു ഭാഗത്ത്, മൃദംഗം ഒരു ഭാഗത്ത്. ഈ വയലിനും മൃദംഗവും പാട്ടുകാരൻ എന്ന് പറയുന്ന ഒരു സാധനം രൂപപ്പെട്ടു വന്നു. പിന്നീട് വേണമെങ്കിൽ അതിനകത്ത് ഘടം ഉൾപ്പെടും. അപ്പൊ വയലിൻ, മൃദംഗം, ഘടം. പിന്നീട് പരമാവധി ഒരു വലിയ കച്ചേരിയാണെങ്കിൽ ഉൾപ്പെടുത്താവുന്നതായിട്ട് മുഖർശങ്കുണ്ട്, ഗഞ്ചിറയുണ്ട്. ഇത്രയും കാര്യങ്ങൾ പരമാവധി. ഒരു സാധാരണ കച്ചേരിക്ക് വേണമെങ്കിൽ വയലിൻ, മൃദംഗം, പാട്ടുകാരൻ മതി. ഈ രീതിയിൽ കച്ചേരിയുടെ ഉപകരണങ്ങൾ മുതൽ കച്ചേരിയുടെ ഇരിക്കൽ, അതിന്റെ കേന്ദ്രസ്ഥാനത്ത് മധ്യത്തിൽ ഈ പ്രധാന ഗായകൻ ഇരിക്കുന്നു. അതിന്റെ ഇരുവശങ്ങളിലുമായി വയലിനിസ്റ്റും മൃദംഗിസ്റ്റും ഇരിക്കുന്നു.
ഈ വയലിനിസ്റ്റും മൃദംഗിസ്റ്റിനും പാട്ടുകാരനും ബാക്കിലായി ഘടമിരിക്കുന്നു. അതിന്റെയും ഒരു വശത്തായി ഗഞ്ചറ ഇരിക്കുന്നു, മുഖർശങ്ക് ഇരിക്കുന്നു. ഇങ്ങനെ ഇതിന്റെ ഇരിപ്പിന്റെ സ്ട്രക്ചർ മുതൽ സംഗീതത്തിന്റെ സ്ട്രക്ചർ വരെ എല്ലാം ക്രമേണ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ കൂടി ഇടപെടലുകളോടുകൂടി ആ മ്യൂസിക് അക്കാദമിയിലെ ചർച്ചകളുടെ കൂടി വെളിച്ചത്തിൽ പുനഃക്രമീകരിക്കപ്പെടുക. അപ്പം ഞാൻ പറഞ്ഞത് ഒരു ഒരു കാനോൺ ദേശം പോലെ, ഈ സംഗീതത്തിനകത്തെ ഒരു കാനോൺ ദേശം പോലെ, സംഗീതത്തിന്റെ ഒരു മക്ക പോലെ, അങ്ങനെ വേണമെങ്കിൽ പറയാം, കർണാടക സംഗീതത്തിന്റെ ഒരു പാവന സ്ഥലം പോലെ ഈ ചെന്നൈ മ്യൂസിക് അക്കാദമി മാറുകയാണ്. ചെന്നൈ മ്യൂസിക് അക്കാദമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ വർഷക്കാലങ്ങളോളം കർണാടക സംഗീതത്തിൽ സേവനങ്ങൾ ചെയ്ത ഒരു സംഗീതത്തിന് കൊടുക്കുന്ന അവാർഡായിട്ടാണ് സംഗീത കലാനിധി എന്ന പുരസ്കാരവും വരുന്നത്. സംഗീത കലാനിധി മഹാന്മാരായ അനേകം സംഗീതജ്ഞർക്ക് കിട്ടിയിട്ടുണ്ട്, ചിലർക്കൊക്കെ കിട്ടാതെയും പോയിട്ടുണ്ട്. വലിയ സംഗീതന്മാർക്ക് ചിലർക്കൊന്നും കൊടുത്തിട്ടില്ല. അത് ഈ വലിയ പുരസ്കാരങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പൊ നൊബേൽ ആർക്കൊക്കെ കിട്ടി എന്ന് നോക്കിയാൽ മതി. നൊബേൽ, സമാധാനത്തിലുള്ള നൊബേൽ ബരാക് ഒബാമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. വലിയ സമാധാനവാദിയാണല്ലോ, കിട്ടിയിട്ടുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധിക്ക് കിട്ടിയിട്ടില്ല. മഹാത്മാഗാന്ധിയേക്കാൾ അതിന് യോഗ്യനാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ്. നിങ്ങൾ ആലോചിച്ചാൽ മതി. സാഹിത്യത്തിലുള്ള നൊബേൽ കിട്ടാത്ത ഒരു ആളുടെ പേര് പറഞ്ഞാൽ ലിയോ ടോൾസ്റ്റോയ് എന്നാണ്. ലിയോ ടോൾസ്റ്റോയ്ക്ക് നൊബേൽ കിട്ടിയിട്ടില്ല. അപ്പം പലരും പറയാറുള്ള കാര്യമാണ്, ലിയോ ടോൾസ്റ്റോയ്ക്ക് സാഹിത്യത്തിനും ഗാന്ധിക്ക് സമാധാനത്തിനും കൊടുക്കാത്ത സ്ഥാനത്തിന്റെ പേരാണല്ലോ ഈ നൊബേൽ എന്ന് നമുക്ക് പറയാം. അപ്പൊ അതുപോലെ തന്നെ സംഗീത കലാനിധിയുടെ കാര്യത്തിലുണ്ട്. ഇപ്പൊ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഗംഭീരനായ ഒരു സംഗീതജ്ഞന്മാരിൽ ഒരാളായിരുന്നു എം ഡി രാമനാഥൻ എന്ന് പറയുന്ന സംഗീതജ്ഞൻ. അദ്ദേഹത്തിന് സംഗീത കലാനിധി കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ സംഗീത കലാനിധി കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ സംഗീതജ്ഞനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കയ്യെത്തിപ്പിടിക്കേണ്ട ഒരു മൈൽ സ്റ്റോൺ. ഏറെക്കാലമായി ടി എൻ കൃഷ്ണയുടെ പേര് അവിടേക്ക് പരിഗണിക്കുന്നില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പരിഗണിച്ചിട്ടില്ല. പരിഗണിക്കാത്തതിന്റെ കാരണം തന്നെ ടി എൻ കൃഷ്ണയുടെ ഇത്തരം പലതരം വിമർശനങ്ങളും ഒക്കെ ആണെന്നുള്ള കാര്യങ്ങളും കേട്ടിരുന്നു. പക്ഷെ എന്തായാലും ഈ വർഷം മദ്രാസ് മ്യൂസിക് അക്കാദമി ടി എം കൃഷ്ണയ്ക്ക് സംഗീത കലാനിധി കൊടുക്കുന്നു. ഇതോടുകൂടിയാണ് ഞാൻ മുൻപ് പറഞ്ഞ ഈ വിവാദങ്ങളെല്ലാം ജനിക്കുന്നത്. ഇനി നമ്മൾ ഇതിലെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ കൃഷ്ണ കഴിഞ്ഞ ഒരു 15ഓളം വർഷമായി സംഗീതത്തിൽ ചെയ്യുന്നത് എന്താണ്? 2000-ന് ശേഷം 2007-2008 കാലത്താണ് ഞാൻ ടി എൻ കൃഷ്ണയെ കുറിച്ച് ആദ്യത്തെ ലേഖനം മലയാളത്തിൽ എഴുതുന്നത്. ടി എൻ കൃഷ്ണ സംഗീത രംഗത്തെ വിസ്ഫോടനങ്ങൾ എന്നായിരുന്നു ആ ലേഖനത്തിന്റെ പേര്. മലയാളത്തിൽ അന്ന് അധികമൊന്നും ടി എൻ കൃഷ്ണയെ കുറിച്ചുള്ള ലേഖനങ്ങൾ അധികമൊന്നും വന്നിട്ടില്ല. ഇന്നത്തെ നിലയ്ക്ക് കൃഷ്ണ ഒരു ഫിഗർ ആയിട്ട് ആഘോഷിക്കപ്പെടുകയും ചെയ്തിരുന്നില്ല. പക്ഷെ പിന്നീട് ഉടനീളം കൃഷ്ണയിൽ നടന്ന പരിണാമങ്ങൾ, അന്ന് തന്നെ നടന്നു തുടങ്ങിയതും തുടർന്നും നടന്ന പരിണാമങ്ങൾ വളരെ വലുതായി. കൃഷ്ണ പല നിലയ്ക്ക് കർണാടക സംഗീതത്തിന്റെ ഈ പറയുന്ന പരിമിത വൃത്തത്തിനകത്ത് നിന്ന് ഈ കർണാടക സംഗീതത്തെ വലിയ തോതിൽ വിമോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. 2 വശങ്ങൾ അതിലുണ്ട്. ഒന്ന്, കർണാടക സംഗീതത്തിനകത്ത് അദ്ദേഹം നടത്തിയ മാറ്റങ്ങളാണ്. മറ്റൊന്ന്, കർണാടക സംഗീതകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഇടപെട്ട കാര്യങ്ങൾ. ആദ്യം രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഇടപെട്ട കാര്യങ്ങൾ നമ്മൾ എടുത്താൽ പ്രധാനമായും അദ്ദേഹം വളരെ പ്രത്യക്ഷമായി തന്നെ കേന്ദ്ര ഭരണകൂടത്തിനെതിരെയും BJPക്കെതിരെയും രാഷ്ട്രീയ ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയത്തിനെതിരെയും അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. നരേന്ദ്രമോദിക്ക് ഒരു തുറന്ന കത്ത് അദ്ദേഹം എഴുതി. ആ തുറന്ന കത്തിൽ അതിശക്തമായ നരേന്ദ്രമോദിയോടുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കത്ത് എഴുതുന്നത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ ഹിന്ദുത്വത്തിനെതിരായ ഒത്തുതീർപ്പില്ലാത്ത നിലപാട് കൃഷ്ണ ഒരു വശത്തെടുത്തു. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട സമരങ്ങളിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട അവസാനം പങ്കെടുത്ത ഒരു സമരം പറഞ്ഞ പൗരത്വ ഭേദഗതി സമരത്തിന്റെ സമയത്ത് അദ്ദേഹം അതിശക്തമായി പൗരത്വ ഭേദഗതി സമരത്തിന്റെ മുൻനിരയിൽ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് നിൽക്കുകയും ഷഹീൻ ബാഗിൽ തന്നെ പോയി അദ്ദേഹം അവിടെ ഷഹീൻ ബാഗിലെ സമരക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഷഹീൻ ബാഗിൽ കച്ചേരി പോലെ അദ്ദേഹം പാടുകയും ഹം ദേഖേംഗെ പോലെയൊക്കെയുള്ള പാട്ടുകൾ അവിടെ പാടുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിനെതിരെ കേസ് വന്നു. പല കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ ചുമത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ ഒരു കരട് എന്ന നിലയ്ക്ക് അദ്ദേഹം മാറി. അതോടൊപ്പം അദ്ദേഹം ഒരുപാട് ലേഖനങ്ങൾ, പുസ്തകങ്ങൾ ഒക്കെ എഴുതുകയുണ്ടായി. പ്രധാനപ്പെട്ട ഒരു പുസ്തകം സതേൻ
സ്റ്റോറി എന്ന് പറയുന്ന ഒരു തെക്കുള്ള ഒരു കഥ, കർണാടക സംഗീതത്തിന്റെ കഥ എന്നുള്ള നിലയ്ക്ക്, തെന്നിന്ത്യൻ ചരിത്രം കർണാടക സംഗീതത്തിന്റെ കഥ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. അത് കർണാടക സംഗീതത്തിന്റെ ചരിത്രത്തെയും ഒക്കെ കുറിച്ച് അദ്ദേഹം എഴുതുന്ന ഒരു പുസ്തകമാണ്. മറ്റൊന്ന്, വളരെ പ്രധാനപ്പെട്ട സംഗീതജ്ഞരെ കുറിച്ച് അദ്ദേഹം വളരെ വിപ്ലവകരമായ വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ട് എഴുതി. ഉദാഹരണത്തിന് MS സുബ്ബലക്ഷ്മിയെ പറ്റി അദ്ദേഹം ദീർഘമായ ഒരു ലേഖനം എഴുതുകയുണ്ടായി. അത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. MS കുറിച്ച് അദ്ദേഹം എഴുതുന്ന ലേഖനം MS എന്ന് പറയുന്ന സംഗീതജ്ഞ രൂപപ്പെട്ട ഘട്ടവും ദേശീയതയുടെ ഘട്ടവും ക്രമേണ MS എന്ന് പറയുന്ന കർണാടക സംഗീതത്തിലെ വളരെ അനുഗ്രഹീതയായ ഒരു ഗായികയുടെ ഒരു ഘട്ടത്തിലെ അതിശക്തമായ കലാപകരമായ പ്രതിഭ ക്രമേണ ഒരു ബിംബമായി മാറുകയും ഒരു സവർണ ബിംബമായി MS സുബ്ബമ്മാൾ എന്ന നിലയ്ക്ക് ചുരുക്കപ്പെടുകയും ക്രമേണ വെങ്കടേശ്വര സുപ്രഭാതവും മന്ത്രങ്ങളും ഒക്കെ പാടുന്ന ഒരു സുബ്ബമ്മാളായി മാറുകയും ചെയ്തതിന്റെ ഒരു ചരിത്രത്തെ അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് പരിശോധിക്കുകയായിരുന്നു ആ ലേഖനത്തിനകത്ത് ചെയ്തത്. ഇത്തരം വർക്കുകളൊക്കെ ഒരു ഭാഗം. കർണാടക സംഗീതത്തിന് അകത്ത് അദ്ദേഹം ചെയ്യുന്നത്, ഒന്ന്, കർണാടക സംഗീതത്തെ വലിയ തോതിൽ ഈ പറഞ്ഞ, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ വീടിന് പുറത്ത് ചെന്ന് വെൽക്കം ചെയ്ത് കൊണ്ടുവരണം മറ്റുള്ളവരെ എന്നതുപോലെ കർണാടക സംഗീതത്തിന്റെ സ്ഥിരം വേദികളിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി എന്നതാണ്. പ്രധാനമായും ആദ്യം ചെയ്തൊരു കാര്യം, മാർഗഴി ഫെസ്റ്റിവലിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വർഷം മാർഗഴി ഫെസ്റ്റിവലിൽ നിന്ന് തന്നെ മാറുന്നു. അത് കർണാടക സംഗീതത്തെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കുന്ന തീരുമാനം. കാരണം കർണാടക സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാർ എല്ലാ വർഷവും വളരെ പ്രഷ്യസ് ആയി പങ്കെടുക്കുന്ന വേദിയാണ് ഈ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംഗീത ഉത്സവവും മാർഗഴി ഫെസ്റ്റിവൽ എന്ന പേരിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ. അവിടെ കച്ചേരി പാടുന്നില്ല. അതായത് പ്രധാനപ്പെട്ട സംഗീത സഭകളിൽ, ചെന്നൈ സംഗീത സഭകളിൽ ഞാൻ കച്ചേരി പാടുന്നില്ല എന്ന് അദ്ദേഹം ഒന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം അന്ന് പറഞ്ഞത് വളരെ രസകരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ പാടുന്നില്ലെന്നേ ഉള്ളൂ, ഞാനൊരു എന്റെ സൈക്കിൾ എടുത്ത് ചെന്നൈ നഗരത്തിലൂടെ കറങ്ങി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ എല്ലാം കച്ചേരി ഈ വർഷം കേൾക്കാൻ പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ സൈക്കിൾ എടുത്ത് കറങ്ങി അദ്ദേഹം ആ വർഷം മറ്റുള്ള സുഹൃത്തുക്കളുടെ കച്ചേരി കേട്ടു തുടങ്ങി. അദ്ദേഹം അതോടൊപ്പം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ തോതിൽ പുറത്ത് പാടാൻ തുടങ്ങി. ഈ തീരപ്രദേശത്ത്, കടൽ തീരത്ത് പോയി കടൽ തീരത്തുള്ള ആളുകളോടൊപ്പം ഇരുന്ന് കടൽ തീരത്ത് വെച്ച് വലിയ സദസ്സ് സംഘടിപ്പിച്ച് കടൽ തീരത്തിരുന്ന് പാടും. സ്ലംസ്, ചേരികളിൽ പോയിരുന്ന് ചേരികളിൽ പാടും. ചേരികളിലെ കുട്ടികളെ കർണാടക സംഗീതം പഠിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അതിലെ പല കുട്ടികളെയും കൊണ്ടുവന്ന് കർണാടക സംഗീതം പഠിപ്പിക്കും. ഇതൊക്കെ ഒരു ഭാഗം. മറുഭാഗത്ത് കർണാടക സംഗീതത്തിന്റെ വ്യവസ്ഥാപിതമായ സ്ട്രക്ചറിന് പുറത്തേക്ക് ഇറങ്ങുന്ന പല സംഗീത സ്ഥലങ്ങളിലും അദ്ദേഹം പോയി പാടാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, ജോഗപ്പ മ്യൂസിക്കിനോടൊപ്പം അദ്ദേഹം ഒരു ജുഗൽബന്ദി നടത്തി. ജോഗപ്പ മ്യൂസിക് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ജോഗപ്പ കമ്മ്യൂണിറ്റി. ഭിക്ഷയാചിക്കുകയൊക്കെ ചെയ്യുന്നതാണ് മിക്കവാറും അതിനകത്ത് ആളുകളുടെ ഒരു ജോലിയായിട്ടുള്ളത്. അത് അവരെല്ലാം ട്രാൻസ് കമ്മ്യൂണിറ്റിയാണ്. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഒരു പാട്ടുണ്ട്, അവരുടെ പാട്ടുണ്ട്. ജുഗൽബന്ദി എന്ന് പറഞ്ഞാൽ സാധാരണ പണ്ട് മുതലേ നടത്തുന്നത് ഹിന്ദുസ്ഥാനിയിലെ ഒരു മഹാനായ സംഗീതത്തിനും കർണാടക സംഗീതത്തിലെ ഒരു സംഗീതത്തിനും ചേർന്നിരുന്ന് ജുഗൽബന്ദി നടത്താം. അങ്ങനെ പല സംഗീതകാരന്മാരും കൂടിയിരുന്ന് നടത്താം. ഇപ്പൊ കഥകളി സംഗീതത്തിനും കർണാടക സംഗീതത്തിനും കൂടിയിരുന്ന് ജുഗൽബന്ദി നടത്താം. ടി എൻ കൃഷ്ണ പൊതുവെ ജുഗൽബന്ദിക്കൊപ്പം നിൽക്കുന്ന ഒരാളല്ല. അദ്ദേഹം അങ്ങനത്തെ പരിപാടികൾ സാധാരണ അദ്ദേഹം താല്പര്യവും പ്രകടിപ്പിക്കാറില്ല. പക്ഷെ ടി എൻ കൃഷ്ണ ഈ ജോഗപ്പ മ്യൂസിക് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളോടൊപ്പം ഇരുന്ന് അവരോടൊപ്പം അവരൊരു പാട്ട്, ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാൾ ഒരു പാട്ട് പാടുന്നു, ടി എൻ കൃഷ്ണ അതിനോട് സമാനമായ കർണാടക സംഗീതത്തിലെ ഒരു കൃതി പാടുന്നു. ഇങ്ങനെ അവരോടൊപ്പം പാട്ട് നടത്തി. അതുപോലെ അദ്ദേഹം നാഗസ്വരത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില സ്ത്രീകളോടൊപ്പം അദ്ദേഹം ജുഗൽബന്ദി നടത്തി. ഇങ്ങനെയൊക്കെ തുടങ്ങി വലിയ തോതിൽ ഈ പറയുന്ന സാമ്പ്രദായികവാദികൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന പല പല പരിപാടികളാണ് ടി എൻ കൃഷ്ണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത്. മറ്റൊന്ന്, കച്ചേരിയുടെ ഈ സ്ട്രക്ചറിനകത്ത് ഈ പറയുന്ന ഘടനയുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ അരിയക്കൊടി നിർമ്മിച്ച കച്ചേരി പാടുന്നത് ആദ്യം വർണ്ണം പാടി പിന്നീട് ഓരോ കൃതികളായി പാടി പാടി വന്ന് അവസാനം മംഗളത്തിൽ അവസാനിപ്പിക്കുന്ന ഈ ഘടന, ആ ഘടന തന്നെ അദ്ദേഹം വലിയ തോതിൽ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെതായ ചില എസ്തെറ്റിക്കൽ ആയിട്ടുള്ള ലോജിക്സ്, സൗന്ദര്യശാസ്ത്രപരമായ യുക്തികൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഈ നഗരങ്ങൾ രൂപപ്പെടുകയും ദേശീയതയുടെ ഒരു പ്രത്യേക ഘട്ടം രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്ന 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദങ്ങളിൽ രൂപീകരിക്കപ്പെടുന്ന ഈ ഘടനയ്ക്ക്
അന്ന് വളരെ ചരിത്രപരമായ സാങ്കത്യം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇന്നതല്ല അവസ്ഥ. ഇന്ന് മാറിയ ഒരവസ്ഥയായി. അപ്പൊ ഈ അവസ്ഥയിലും അത് അതേപോലെ നിലനിൽക്കണമെന്ന് വാശി പിടിക്കേണ്ട ഒരു കാര്യമില്ല. അതൊരു ആചാരം മാത്രമാണ്. അതിനുവേണ്ടി വാശി പിടിക്കേണ്ട കാര്യമില്ല. അപ്പൊ കൃഷ്ണ സംഗീതജ്ഞന്മാർക്ക് ഒരു ചിട്ട എന്ന് കലാകാരന്മാർ പറയും. ഒരു ചിട്ടയുണ്ട്. വർണ്ണം എന്ന് പറയുന്ന സംഭവം പാടുക എപ്പോഴും ആദ്യമാണ്. കർണാടക സംഗീതത്തിൽ വർണ്ണം പാടുന്നത് കച്ചേരി പാടുമ്പോൾ ആദ്യമാണ്. അത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വർണ്ണം പാടി കച്ചേരി തുടങ്ങുക എന്ന് പറയുന്നതാണ് ഒരു രീതി. വർണ്ണം പാടാതെ വേണമെങ്കിൽ തുടങ്ങാം, പക്ഷെ വർണ്ണം ഇടയിൽ പാടില്ല. പക്ഷെ കൃഷ്ണ എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ ആദ്യം ഒന്നും വർണ്ണം പാടുന്നില്ല. വർണ്ണം ചിലപ്പോൾ അവസാനത്തിന് തൊട്ടു മുമ്പോ അല്ലെങ്കിൽ നടുക്കോ ഒക്കെ കൊണ്ടുപോയി വർണ്ണം പാടും. കൃഷ്ണ ഒരു രാഗം പാടി മുഴുമിപ്പിച്ച് അതിനുശേഷം വയലിനിസ്റ്റ് മറ്റൊരു രാഗം വായിക്കാൻ പറയുന്നു, വയലിനിസ്റ്റ് മറ്റൊരു രാഗം വായിക്കുന്നു. ഇങ്ങനെയൊക്കെ തുടങ്ങിയ അനേകം മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ അനവധി വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒപ്പം ഇരിക്കുന്ന ഈ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ, ഈ പറയുന്ന കോ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന വയലിനിസ്റ്റ്, മൃദംഗിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആളുകളെ തന്റെ ഒപ്പം ഇരുത്തുകയും, അതായത് നടുവിൽ കൃഷ്ണ ഇരിക്കുക, അതിനോട് കൃഷ്ണ വോക്കലിസ്റ്റ് ആണ് നടുവിൽ പ്രധാനം, അതിന്റെ ചുറ്റും സഹായികൾ മാത്രമാണ് മറ്റുള്ളവർ എന്ന് പറയുന്ന ഒരു ഘടന തന്നെ മാറ്റുകയും, ഇവരെല്ലാവരും എന്നെ പോലെ ആർട്ടിസ്റ്റുകളാണ് എന്ന നിലയ്ക്ക് ഇവരെല്ലാം ഒപ്പം ഇരുത്തിക്കൊണ്ട് പാടുക എന്നൊക്കെ രീതിയിൽ അതിന്റെ സ്ട്രക്ചറിനെ മാറ്റിപ്പണിയും. ഇതെല്ലാം നടക്കും. ഞാൻ പറഞ്ഞ ഇങ്ങനെ സംഗീതത്തിനകത്ത് അദ്ദേഹം നടത്തുന്ന മാറ്റങ്ങളാണ് മറ്റൊന്ന്. ഈ രണ്ടു വശങ്ങളും ഇതിനകത്തുണ്ട്. ഈ രണ്ടു വശങ്ങളും പാരമ്പര്യവാദത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെ എല്ലാം കൂടിയാണ് ഇപ്പോൾ ഒരു കൃത്യമായ അവസരത്തിൽ ചെന്നൈയിൽ വലിയ തോതിൽ ടി.എം. കൃഷ്ണക്കെതിരായിട്ടുള്ള ശബ്ദങ്ങളായിട്ട് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത്. ഈ പലതരം വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ഈ വിമർശനങ്ങളൊക്കെ ഉണ്ട്. ഇതോടൊപ്പം ഇപ്പൊ ഇതിനൊരു രാഷ്ട്രീയമായ മാനം കൂടി കൈവരും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് പറയുന്നത് പെരിയാറെ പുകഴ്ത്തി എന്നതാണ്. ആരാണ് പെരിയാർ? ഇ.വി. രാമസ്വാമി നായ്ക്കർ. അത് ഒരർത്ഥത്തിലും മനസ്സിലാക്കാത്ത ആളുകളാണ് പലപ്പോഴും പെരിയാറെ കുറിച്ച് കുറ്റമായി സംസാരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികത്തിന്റെ സമയത്താണ് സിന്ധിക്ക സൊണ്ടവർ പെരിയാർ എന്ന് പറയുന്ന ഒരു കീർത്തനം ടി.എം. കൃഷ്ണ പാടുന്നത്. അത് പെരുമാൾ മുരുകൻ എഴുതിയതാണ്. പെരുമാൾ മുരുകന്റെ ഒരുപാട് കൃതികൾ ടി.എം. കൃഷ്ണ പാടിയിട്ടുണ്ട് കേട്ടോ. പെരുമാൾ മുരുകനെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. വലിയ തോതിൽ സംഘപരിവാർ ഭീഷണി നേരിട്ട ഒരു സാഹിത്യകാരനാണ് പെരുമാൾ മുരുകൻ. പെരുമാൾ മുരുകന്റെ ഒരു കൃതിക്കെതിരെ സംഘപരിവാർ ഭീഷണി, വധഭീഷണി ഒക്കെ ഉണ്ടായത്. ആ പെരുമാൾ മുരുകന്റെ നിരവധി കൃതികൾ ടി.എം. കൃഷ്ണ പാടുന്നുണ്ട്. പെരുമാൾ മുരുകൻ എഴുതിയ സിന്ധിക്ക സൊണ്ടവർ പെരിയാർ എന്ന് പറയുന്ന ഒരു കൃതി അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികത്തിൽ പാടുന്നു. അതിന് വലിയ സാങ്കത്യമുണ്ട്. കാരണം വൈക്കം സത്യാഗ്രഹമായിട്ട് പെരിയാർക്ക് വലിയ ബന്ധമുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു സമയത്തെ നേതൃനിരയിൽ നിൽക്കുകയും ചെയ്ത ആളാണ് പെരിയാറും. പെരിയാറിന്റെ ഭാര്യയായ നാഗമ്മാളും ഒക്കെ. പെരിയാറിനെ ആ സമയത്ത് പിടിച്ച് ജയിലിലിടുന്നുണ്ട്. ശക്തമായ ഭാഷയിൽ പെരിയാർ പ്രസംഗിക്കുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന്റെ കാതൽ എന്ന് പറയുന്നത് വൈക്കത്തപ്പനെ തൊഴാനുള്ള അവകാശമല്ല, മറിച്ച് ചുറ്റുവഴികളിലൂടെ നടക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യം ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്നതെന്ന് പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: വൈക്കത്തപ്പനെ എന്തിനു കൊള്ളാം, നിങ്ങൾക്ക് പുറത്തിട്ടാൽ ആ കല്ല് തുണി അലക്കാൻ കൊള്ളാം. അതിനുവേണ്ടിയല്ല ഇവിടെ സമരം നടക്കുന്നത്, മറിച്ച് ചുറ്റുമുള്ള വഴിയിലൂടെ എല്ലാ മനുഷ്യർക്കും നടക്കാനുള്ള അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പെരിയാറിന്റെ ഭാര്യ നാഗമ്മാൾ പെരിയാർ ജയിലിലായതിനു ശേഷം സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന പ്രസംഗത്തിലാണ് പട്ടിക്കും പൂച്ചയ്ക്കും വരെ വഴി നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യന് നടക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയാൻ പാടുള്ളൂ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് വനിതയായ പെരിയാറിന്റെ ഭാര്യ നാഗമ്മാളാണ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ചില സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിൽ വന്ന് സിന്ധിക്ക സൊണ്ടവർ പെരിയാർ എന്ന കൃതി പാടുന്നത് വളരെ വളരെ ലോജിക്കലി വളരെ ഔചിത്യമുള്ളൊരു കാര്യമാണ്. എന്താണ് പെരിയാർ പറഞ്ഞത് അതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ബ്രാഹ്മണ്യത്തെയും ബ്രാഹ്മണ്യം മുന്നോട്ട് വെക്കുന്ന അധീശത്വ പ്രത്യയ ശാസ്ത്രത്തിനും എതിരായിട്ടുള്ള ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായ ബൗദ്ധിക കലാപമാണ് ഇ.വി. രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചിന്തകൾ തന്നെ അങ്ങനെയാണ്. അദ്ദേഹം വലിയ തോതിൽ ഈ രാമൻ എന്ന് പറയുന്ന ബിംബത്തെ വിമർശിക്കുന്നു. അതിന്റെ ഒരുപാട് തരം ആക്ട് ഉണ്ട്. അത് അതിവിശദമായ ഒരു ചരിത്രമാണ്. നമുക്കിപ്പോ അതിലേക്ക് പോകാനുള്ള അതല്ല നമ്മുടെ പ്രധാന വിഷയം എന്നുള്ളത് ഞാൻ അതിലേക്ക് പോകുന്നില്ല.
അതുകൊണ്ട് തന്നെ ചെന്നൈ മദ്രാസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും തമിഴ്നാടിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും തന്തൈ പെരിയാർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ബിംബമാണ്, പ്രധാനപ്പെട്ട ഐക്കണാണ്. അങ്ങനെ ആയിരിക്കെ തന്നെ സവർണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പല അസ്വസ്ഥതകളും തന്തൈ പെരിയാറിനെ കുറിച്ചുണ്ട്. അതുകൊണ്ട് പെരിയാറിനെ കുറിച്ച് അദ്ദേഹം പാടി എന്നതാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാന വിമർശനം. ആലോചിച്ച് നോക്കണം. ഈ വിമർശനത്തിന്റെ പിഞ്ചരട് പിടിച്ചുപോയാൽ ചെന്നൈ മ്യൂസിക് അക്കാദമിയുടെ തന്നെ ദീർഘചരിത്രവുമായും ദേശീയത രൂപീകരിക്കുമ്പോൾ മുതൽ ഈ ഹിന്ദുത്വ അധീശത്വ പ്രത്യയശാസ്ത്രത്തോട് കണ്ണു ചേരാനുള്ള ശ്രമങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട് എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വശം. ഇനി നമുക്കിതിന് പുറത്തു നിന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതാണ്. ഇപ്പൊ ഒന്ന്, ടി എം കൃഷ്ണൻ നടത്തുന്ന എല്ലാ കലാപ്രവർത്തനങ്ങളോടും എല്ലാ അദ്ദേഹത്തിന്റെ നിലപാടുകളോടും ഒരുപോലെ യോജിക്കണമെന്ന് ആർക്കും നിർബന്ധമില്ല. ഒരു സംഗീതാസ്വാദകൻ എന്ന നിലയ്ക്കും ഒരു കർണാടക സംഗീതത്തെ കുറച്ചു കാലമായി കേൾക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ടി എൻ കൃഷ്ണയോട് എനിക്കും ഒരുപാട് കാര്യങ്ങളിൽ യോജിപ്പുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണോ വേണ്ടത് എന്ന ചോദ്യവും ചില വിയോജിപ്പുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ടി എൻ കൃഷ്ണ ഇന്ത്യ ഒട്ടാകെ ഇന്ന് നിലനിൽക്കുന്ന അതിശക്തമായ അധികാരത്തിന്റെ മുന്നിലുള്ള ഒരു സ്ലേവറിയുടെ കാറ്റുണ്ടല്ലോ, ഈ കലാകാരന്റെ നട്ടല് എന്ന് പറയുന്ന, കലാകാരന്റെ ആത്മാഭിമാനം എന്ന് പറയുന്ന കാര്യം ഒരു വംശനാശം സംഭവിക്കപ്പെട്ട വസ്തുവായി മാറുന്ന ഒരു കാലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന്. യഥാർത്ഥത്തിൽ കലാകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം തന്നെ കലാപമാണ്. കലയിൽ ഒരു കലാപമുണ്ട്. ആ കലാപം എന്ന് പറയുന്ന കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ എലമെന്റ് പൂർണ്ണമായും എടുത്തു പോവുകയും അധികാരത്തിന് മുന്നിലുള്ള സ്ലേവറി ആയിട്ട് വലിയ തോതിൽ ഈ നമ്മുടെ കലാലോകം മാറുകയും ചെയ്തൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് അതിശക്തമായി നടന്നൊരു സ്ഥലമാണ് കർണാടക സംഗീത രംഗം. ലജ്ജാവഹം എന്ന് പറയത്തക്ക നിലയ്ക്ക് ഇപ്പൊ ഈ രണ്ടാം മോഡി സർക്കാർ വന്ന സമയത്ത് ഒരു പ്രമുഖ സംഗീതജ്ഞൻ ആ സമയത്ത് ഈ മോഡി അധികാരത്തിലേറുന്ന സമയത്ത് അദ്ദേഹം ഒരു കർണാടക സംഗീത കീർത്തനം പാടിയിരുന്നു. ആടമോടി ഗലതെ എന്ന് പറയുന്ന ത്യാഗരാജന്റെ ഒരു കൃതിയാണ് പാടിയത്. ആടമോടി ഗലതെ എന്ന് പറയുന്ന കൃതി അദ്ദേഹം ത്യാഗരാജൻ എഴുതിയതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നീ എന്തിനാണ് ഈ പൊങ്ങച്ചവും ധാർഷ്ട്യവും ഒക്കെ കാണിച്ച് നിന്റെ ഇത്രയും ഭക്തനായ എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത് രാമ എന്നാണ് ത്യാഗരാജൻ ചോദിക്കുന്നത് കേട്ടോ. അതാണ് എന്റെ വേറൊരു തമാശ. ഈ ത്യാഗരാജന്റെ രാമൻ എന്ന് പറയുന്നത് ഇന്ന് രാഷ്ട്രീയ ഹിന്ദുത്വം പറയുന്ന രാമനേ അല്ല. ഇന്ന് രാഷ്ട്രീയ ഹിന്ദുത്വം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന രാമനുമായി ത്യാഗരാജന്റെ രാമന് ഒരു ബന്ധമില്ല. ത്യാഗരാജന്റെ രാമൻ പലപ്പോഴും ത്യാഗരാജൻ രാമനോട് പരിഭവിക്കും, ദേഷ്യപ്പെടും, പിണങ്ങും, ചിലപ്പോ പ്രാർത്ഥിക്കും, ചിലപ്പോ രാമനെ സ്തുതിക്കും, അതുപോലെ തന്നെ രാമനോട് പിണങ്ങും, ഒക്കെ ചെയ്യും. ഇപ്പൊ മാ ജാനകി ചട്ടബട്ടക എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. മാ ജാനകി എന്നുള്ള കൃതിയിൽ നീ വലിയ ആളായതുകൊണ്ടൊന്നുമല്ല നിന്നെ ബഹുമാനിക്കുന്നത്, നിന്നെ ആകെ ഞാൻ ബഹുമാനിക്കുന്നത് സീതാദേവിയുടെ ഭർത്താവാണ് നീ എന്നതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാമനെ വിമർശിക്കുകയാണ് ത്യാഗരാജൻ ചെയ്യുന്നത്. അപ്പൊ ആടുമോദി ഗലത എന്നുള്ള കൃതിയും നിന്റെ ഈ പൊങ്ങച്ചവും ധാർഷ്ട്യവും ഒക്കെ എന്തിനാണ് എന്നാണ് ചോദ്യം. പക്ഷെ മോദി എന്ന് പറയുന്ന ഒരു ശബ്ദത്തിനകത്തുണ്ടല്ലോ, മോഡി, നരേന്ദ്രമോദി എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ സമയത്ത് ആടമോടി ഗലതയെ പാടി പോസ്റ്റ് ചെയ്യുന്ന കർണാടക സംഗീതത്തിലുള്ളൊരു കാലമാണ്. ഇതാണ് ഇതിന്റെ ഒരു ദുരിതം. ഈ അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ നടന്ന സമയത്ത് ചില സ്വരങ്ങളിൽ വ്യത്യാസപ്പെടുത്തി അയോധ്യം എന്ന പേരിൽ പുതിയൊരു രാഗം ഉണ്ടാക്കി അയോധ്യയിലെ രാമക്ഷേത്രത്തെ സ്തുതിച്ചുകൊണ്ടൊരു കീർത്തനം ഉണ്ടാക്കി അത് പാടി പോസ്റ്റ് ചെയ്ത ആളുകളും ഇപ്പൊ കർണാടക സംഗീതത്തിലുണ്ട്. വിചിത്രമായ ഒരു രംഗമാണ്. അപ്പം വലിയ തോതിൽ രാഷ്ട്രീയ ഹിന്ദുത്വത്തിന്റെ സ്ലേവറിയിലേക്ക് ഈ കർണാടക സംഗീതത്തിലെ ഒരു വലിയ വിഭാഗം വീട് പോയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ വളരെ കലാപകരമായ ഒരു ശബ്ദമായിട്ട് കൃഷ്ണ ശബ്ദിക്കുന്നു എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയ ധീരതയ്ക്ക് മുന്നിൽ തൊപ്പിയൂരി സലാം എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാര്യമാണ് ഇത്. അതിന്റെ ഒരു വശം. രണ്ടാമതൊന്ന്, ടി എൻ കൃഷ്ണയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ട്രിച്ചു പ്രദേശ്, ഇപ്പൊ ഞാനിതിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ, പലരുടെയും വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്ന് കാണുകയുണ്ടായി. ഒരുപാട് കർണാടക സംഗീതത്തിന്റെ പലതരത്തിൽ കൃഷ്ണയെ വിമർശിക്കുന്നത് കാണുകയുണ്ടായി.
മിക്കവാറും എല്ലാവരുടെയും വിമർശനങ്ങളുടെ കാതൽ ഇപ്പൊ ഞാൻ മുൻപ് വിശദീകരിച്ച തരം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ്. അതിനൊക്കെയുള്ള മറുപടികൾ നമ്മളിപ്പോ ഏതാണ്ട് സംസാരിച്ചു കഴിഞ്ഞു എന്ന്. സംഗീതശാസ്ത്രപരമായ എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുമ്പോൾ തൃശ്ശൂർ പ്രദേശത്ത് ഉന്നയിക്കുന്ന, തൃശ്ശൂർ പ്രദേശം ഇപ്പൊ പറയുന്നു, പക്ഷെ ആദ്യമായിട്ട് തൃശ്ശൂർ പ്രദേശത്തുമല്ല ഉന്നയിക്കുന്നത്, എങ്കിൽ പോലും ഒരു പോയിന്റ് ഉണ്ട്. കൃഷ്ണയുടെ ഒരു നിലപാടുണ്ട്. കൃഷ്ണ പലപ്പോഴും കൃതിയുടെ ടെക്സ്റ്റ്, അതായത് സംഗീതത്തിനകത്തെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, സംഗീതത്തിലെ സാഹിത്യം എന്ന് പറയുന്നതിന് പ്രാധാന്യമില്ല എന്ന് വാദിക്കുന്നു എന്നാണ് തൃശ്ശൂർ പ്രദേശ് പറയുന്നത്. അതായത് തൃശ്ശൂർ പ്രദേശിന്റെ വാചകങ്ങളിൽ ഏതാണ്ടല്ലോ അതേപോലെ പറഞ്ഞാൽ നമ്മുടെ പലതരം സംഗീതമുണ്ട്. ഇപ്പൊ കരോൾ സംഗീതമുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട്, സൂഫി സംഗീതമുണ്ട്, ഗസലുണ്ട്, അതുപോലെ കർണാടക സംഗീതമുണ്ട്. ഈ പറഞ്ഞ എവിടെയാണ് വെച്ചാലും അതിനകത്തെ പ്രമേയത്തിന്, അതിനകത്തെ സാഹിത്യം, അതിനകത്തെ ആശയത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ആ ആശയമാണ് പാടുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. കർണാടക സംഗീതവും അങ്ങനെയാണ്. കർണാടക സംഗീതത്തിന്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഡിവോഷണലാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ത്യാഗരാജന്റെ കൃതിയാണെങ്കിലും, മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതിയാണെങ്കിലും, ശ്യാമശാസ്ത്രിയുടെ കൃതിയാണെങ്കിലും, പാപനാശം ശിവന്റെ കൃതിയാണെങ്കിലും, ഏത് പ്രമുഖ സ്വാതി തിരുനാളിന്റെ കൃതിയാണെങ്കിലും, നമ്മൾ ഏത് പ്രമുഖ കർണാടക സംഗീതത്തിന്റെ കൃതി പരിശോധിച്ചാലും അവയെല്ലാം നമ്മൾ ഇന്ന് ഹൈന്ദവം എന്ന് വിളിക്കപ്പെടുന്ന ദൈവതങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൃതികളാണ്, ഡിവോഷണൽ കൃതികളാണ്. അപ്പൊ ആ കൃതികൾ സ്വാഭാവികമായിട്ട് ആ കൃതിയാണ് പാടുന്നത് എന്നതുകൊണ്ട് തന്നെ അതിന്റെ ആശയം എന്ന് പറയുന്നത് അതിൽ പ്രധാനമാണ്. കൃഷ്ണ ആ ആശയത്തെ തള്ളിക്കളഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അത് നോൺസെൻസ് ആണ് എന്നാണ് വാദം. കൃഷ്ണയുടെ ഈ വാദം നമ്മൾ സൂക്ഷ്മത്തിൽ പരിശോധിക്കേണ്ടതാണ്. അത് കുറെ കൂടി സാങ്കേതികമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. പക്ഷെ വളരെ 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 ലളിതമായി പറയാൻ ശ്രമിച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ, കൃഷ്ണ അദ്ദേഹത്തിന്റെ കർണാടക സംഗീതത്തെ കുറിച്ചുള്ള പുസ്തകത്തിലും അദ്ദേഹത്തിന്റെ അനവധി പ്രസംഗങ്ങളിലും അഭിമുഖങ്ങളിലും ഒക്കെ ആയിട്ട് വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് പാട്ട് കേൾക്കുന്നത്? അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. പാട്ട് കേൾക്കുമ്പോൾ പാട്ടിന്റെ അർത്ഥമാണ് പാട്ട് എന്നാണോ നിങ്ങൾ കരുതുന്നത്? പോട്ടെ, നിങ്ങൾ കല ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? കല എന്ന് പറഞ്ഞാൽ കലയുടെ അർത്ഥമാണോ, അതോ കലയാണോ നിങ്ങൾ ആസ്വദിക്കുന്നത്? ആർട്ട് എന്ന് പറയുന്നത് അതിന്റെ ആശയമാണ്. ഇതൊരു ചോദ്യമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇപ്പം ഒരു കൃതി പാടുമ്പോൾ അതിനകത്തുള്ള ആശയം ഉണ്ടാവുമായിരിക്കും. ആശയത്തിന് ഒരു പ്രാധാന്യം ഇല്ല എന്ന് പല വിമർശകരും പറയുന്ന പോലെ കൃഷ്ണ പറയുന്നില്ല കേട്ടോ. കൃഷ്ണ അങ്ങനെ പറയുന്നു എന്നുള്ളത് ഒരു ആരോപണമാണ്. കൃഷ്ണയുടെ ഞാൻ കേട്ടതോ വായിച്ചതോ ആയ കാര്യങ്ങളൊന്നും കൃഷ്ണ അങ്ങനെ പറയുന്നില്ല. കൃഷ്ണ പറയുന്നത്, ഇപ്പോ തെളിയലേതു രാമ ഭക്തിമാർഗം എന്ന് പറയുന്ന കൃതി പാടുന്നു. പൂർണ്ണമായും രാമന്റെ ഭക്തിയാണ് കൃതി, രാമഭക്തിയാണ്. അപ്പൊ അതിൽ 3 സാധനങ്ങളുണ്ട്. ഒന്ന് പാടുന്ന ഗായകൻ, 2 കേൾക്കുന്ന ആസ്വാദക ആരാന്ന് വെച്ച ഒരാൾ, 3ാമതൊന്ന് ഈ കൃതി. ഈ ത്രികോണം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ഈ കൃതിയുടെ അർത്ഥമൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, ഫൈൻ, അതവിടെ വെക്കും. ഈ പാടുന്ന ആള് ഭക്തിപൂർവമാണോ അല്ലാതെയാണോ പാടുന്നത് നിങ്ങൾക്ക് അറിയാമോ? പാടുന്ന ആൾക്ക് ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണോ? നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ല അത്. മേ ബി ഒരു എത്തീസ്റ്റ് ആണ് പാടുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാവാമല്ലോ. എത്തീസ്റ്റിനത് ഭംഗിയായി പാടാൻ പറ്റില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ കരുതുന്നെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എത്തീസ്റ്റ് പാടാൻ പറ്റും. പല എത്തീസ്റ്റുകളും പാടുന്നുണ്ട്. ഇപ്പൊ ഞാൻ മറ്റുള്ളവരെ പറ്റി പറയുന്നത് ശരിയല്ല. കർണാടക സംഗീതത്തിൽ വളരെ പ്രമുഖരായ പല എത്തീസ്റ്റുകളും ഉണ്ടെന്ന്. എത്തീസ്റ്റ് ആണോ അല്ലയോ, ഈശ്വരവിശ്വാസിയാണോ അല്ലയോ എന്നുള്ളതൊന്നും പ്രധാനമല്ല, പാടാൻ പറ്റും. അപ്പം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഭക്തി തോന്നുന്നു ഒരാൾക്ക് എന്ന് വിചാരിക്കുക. അത് നിങ്ങളുടെ വിഷയമാണ്, വ്യക്തിപരമാണ് ഭക്തി. നിങ്ങൾക്ക് ഭക്തി തോന്നാം, ഭക്തി തോന്നാതിരിക്കാം, അത് നിങ്ങളുടെ വിഷയമാണ്. നിങ്ങൾക്ക് ഭക്തി തോന്നുന്നു, ഓക്കെ ഫൈൻ. നിങ്ങൾ ഭക്തിയല്ല ആസ്വദിക്കുന്നത്, നിങ്ങൾ അതിന്റെ സംഗീതമാണ് ആസ്വദിക്കുന്നത്, ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് അത് ആസ്വദിക്കാം. ഈ പാടുന്ന ആള് ഭക്തിയോടെയാണ് പാടുന്നത്, ഓക്കെ, നിങ്ങൾക്ക് ഭക്തിയോടെ പാടാം. ഭക്തിയൊന്നുമില്ല, ഞാൻ അതിന്റെ സംഗീതമാണോ പാടുന്നത്, ഓക്കെ, അങ്ങനെ പാടാം. അപ്പം പറയുന്നത് എന്താ വെച്ചാൽ, ഈ ത്രികോണം 3 സ്ഥലത്ത്, ഒരു സ്ഥലത്ത് ഗായകനുണ്ട്, മറ്റൊരു സ്ഥലത്ത് ഈ പറയുന്ന കേൾക്കുന്ന ആളുണ്ട്, ഈ കൃതിയുമുണ്ട്. നിങ്ങൾ ഇതിനെ ഒക്കെ ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നതിൽ വലിയൊരു അപകടമാണ് സത്യത്തിൽ. ഗായകൻ എന്ന് പറയുന്നത് പാടുകയാണ് ചെയ്യുന്നത്. ഗാനം പാടുന്ന ആളാണ് ഗായകൻ. പാട്ടുകാരൻ എന്ന് പറയുന്നത് പാട്ട് പാടുന്ന ആളാണ്. അപ്പം ഞാൻ പാടുമ്പോൾ ഞാൻ
രാമനെ കുറിച്ചാണ് പാടുന്നതെങ്കിലും രാമനെ കുറിച്ചല്ല പാടുന്നത് എന്നിട്ട് ഈ ടി കൃഷ്ണൻ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്റെ വിഷയം അതല്ല, ഞാൻ ആ സ്ട്രക്ചർ ആണ്, ഞാൻ ആ സംഗീതമാണ് പാടുന്നത്. അദ്ദേഹത്തിന്റെ പ്രമുഖമായ ഒരു വാചകം എടുത്തു പറഞ്ഞാൽ കർണാട്ടിക് മ്യൂസിക് ഈസ് രാഗ മ്യൂസിക്. അദ്ദേഹം അതാണ് പറയുന്നത്. രാഗമാണ് കർണാടക സംഗീതത്തിന്റെ ബേസ്. രാഗ മ്യൂസിക് ആണത്. കർണാടക സംഗീതം എന്ന് പറയുന്നത് രാഗസംഗീതമാണ്. ബേസിക്കലി അത് രാഗസംഗീതം എന്ന് വെച്ചാൽ രാഗമാണ് കർണാടക സംഗീതത്തിന്റെ ജീവൻ. രാഗം, താളം, സാഹിത്യം എന്നിവ ചേർന്നിട്ടാണ് ഇത് ഈ കർണാടക സംഗീതം നിൽക്കുന്നത്. പക്ഷെ കർണാട്ടിക് മ്യൂസിക് ഈസ് രാഗ മ്യൂസിക്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. രാഗാധിഷ്ഠിതമാണ് ഈ സംഗീതം. ഇപ്പം കർണാടക സംഗീതത്തിൽ രാഗം പാടുക എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, കൃതി പാടുക എന്നൊരു ഭാഗമുണ്ട്. അതിനകത്ത് നിരവൽ, ഒരു വരി തന്നെ വളരെ വിസ്തരിച്ച് അനവധി പ്രയോഗങ്ങൾ, സംഗതികൾ ചേർത്ത് പാടുന്ന ഒരു ഭാഗമാണ് നിരവൽ. അങ്ങനെ പാടും. സ്വരപ്രസ്ഥാനം എന്ന് പറയുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കർണാടക സംഗീതത്തിൽ സ്വരങ്ങൾ പാടുന്ന ഒരു ഭാഗമുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതിൽ ഏത് ഭാഗം എടുത്താലും അതിനകത്ത് ആ രാഗം മര്യാദക്കില്ലെങ്കിൽ അത് വേസ്റ്റ് ഓഫ് ടൈമായി മാറും. എല്ലാവരുടെയും സമയം മെനക്കെടുത്തുന്ന ഒരു കാര്യം മാത്രമായിട്ട് മാറും. രാഗമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് അദ്ദേഹം പറയും. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡാണ് അദ്ദേഹം പറയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രൂപം എന്ന് പറയുന്നത് പലപ്പോഴും പ്രമേയത്തിനേക്കാളും പ്രധാനമായി മാറും. ഇപ്പൊ പ്ലോട്ട് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യമായിട്ട് നമ്മൾ കലയിൽ പറയാറുണ്ട്. പ്ലോട്ടും ക്രാഫ്റ്റും. ഒരു സംഭവത്തിന് ഒരു പ്ലോട്ട് ഉണ്ടാവും, അതിന്റെ ഒരു ക്രാഫ്റ്റും ഉണ്ടാവും. പ്ലോട്ട് എന്ന് പറയുന്നത് ക്രാഫ്റ്റിനേക്കാളും പ്രധാനമായി വരുന്ന പല കാര്യങ്ങളും ഉണ്ട്. ക്രാഫ്റ്റ് പ്ലോട്ടിനെ അതിക്രമിച്ച് വലുതാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇത് കർണാടക സംഗീതത്തിൽ മാത്രമല്ല പല കലകളിലും കാണാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം പറയാം. സിനിമ. നമ്മളിപ്പോ സിനിമ എടുക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് മൂവീസ് നമ്മൾ പറയുന്ന പല സിനിമകൾക്കും വലിയ കഥയൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ പുതിയ നമ്മുടെ ന്യൂജൻ ഭാഷയിൽ അതിന്റെ മേക്കിംഗ് നന്നായിട്ടുണ്ട് എന്ന് പറയുമല്ലോ, പറയില്ലേ? എന്താണ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയുന്ന ഈ ക്രാഫ്റ്റിനെയാണ്. ആ സിനിമ എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്, ആ സിനിമയുടെ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ സിനിമ അതിന്റെ പല ഘടകങ്ങൾ, അതിന്റെ നരേഷൻ എങ്ങനെയാണ്, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, അതിന്റെ ക്യാമറ എങ്ങനെയാണ്, അതിന്റെ മറ്റനേകം ഘടകങ്ങൾ, അത് എങ്ങനെയാണ് ആ സിനിമ എക്സിക്യൂട്ടീവ് ചെയ്തിരിക്കുന്നത് എന്നതിലാണ് ആ സിനിമ നിൽക്കുന്നത്. എത്രയോ സിനിമകൾ നമുക്ക് അങ്ങനെ പറയാം. വലിയ പ്ലോട്ട് ഒന്നും ആവില്ല. സിനിമയുടെ പ്ലോട്ട് ഒരു ഗംഭീരമായ വലിയ ഒരാശയം പറയുന്നു എന്നുള്ളത് കൊണ്ട് ഒരു സിനിമ നന്നായിക്കോണമെന്നൊന്നുമില്ല. ഭയങ്കര ആശയങ്ങൾ പറയുന്ന പല സിനിമകളും വളരെ ദരിദ്രമായ സിനിമകളായിട്ട് നമുക്ക് കാണാം. വലിയ ആശയങ്ങളാവും പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, സിനിമ നേരെയാണെങ്കിൽ ആശയം ഉണ്ടായതുകൊണ്ട് മാത്രം സിനിമ ഉണ്ടാവില്ല. സിനിമ ഉണ്ടാവും. എന്താണ് ഇപ്പൊ സിനിമ? സിനിമ എന്ന് പറയുന്നത് അതിന്റെ മേക്കിംഗ് കൂടിയാണ്, അല്ലെ? മേക്കിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ദൃശ്യഭാഷ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം നമ്മള് ഭാഷയിൽ അതിമനോഹര ഗംഭീരമായ ഗഹനമായ ഘടാഘടിയൻ ആശയങ്ങൾ ഉൾപ്പെടുന്ന ഒരു സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് എഴുതി എന്നതുകൊണ്ട് സിനിമ നേരെ പോകും? ആവില്ല. ആ സ്ക്രിപ്റ്റ് അല്ല സിനിമ. ഞാൻ ഏറ്റവും ലളിതമായ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. സിനിമയിൽ കലയിൽ ഉടനീളം അതുണ്ട്. ഇപ്പൊ കഥകളി എന്ന് പറയുന്ന കലാരൂപം എടുത്ത കഥകളിയിലെ വളരെ പ്രധാനപ്പെട്ട അതിഗംഭീരമായ കഥകളികൾ എന്ന് വെച്ചാൽ കഥകളിയുടെ സൗന്ദര്യത്തികവ് മുഴുവൻ ഇങ്ങനെ ആവഹിച്ചു നിൽക്കുന്ന കഥകളികൾ ഉണ്ടല്ലോ, അത് പലതും എടുത്താൽ അതിനകത്തെ ആശയമൊക്കെ വളരെ ചെറുതായി, കഥയൊക്കെ വളരെ ചെറുതായി. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. കാലകേയവധം എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. കഥകളിയിൽ പലപ്പോഴും ഉള്ളതാണ്. ഈ പേരും അവതരിപ്പിക്കുന്ന ഭാഗമായിട്ട് വലിയ ബന്ധമൊന്നും കാണില്ല. കാലകേയൊന്നും ഇതിനകത്ത് പ്രധാനപ്പെട്ട ആളല്ല. കാലകേയവധം കഥ പറയാൻ നിന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ 3-4 വാചകത്തിൽ പറയാം. ഈ ദിവ്യമായ കുറെ അസ്ത്രമൊക്കെ, പാശുപതാസ്ത്രമൊക്കെ വാങ്ങിയിരിക്കുന്ന അർജുനന്റെ അച്ഛനായ ഇന്ദ്രന് കാണണമെന്നുണ്ട്. അപ്പൊ ആദ്യത്തെ രംഗത്തിൽ ഇന്ദ്രന്റെ സൂതനായിട്ടുള്ള സാരഥിയായിട്ടുള്ള മാതലിയോട് താഴെ എന്റെ മകനുണ്ട്, പോയി കൊണ്ടുവരൂ എന്ന് പറയുന്നു. മാതലി താഴെ പോയി മറ്റേ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അർജുനനെ അറിയിക്കുന്നു. അർജുനൻ മാതലിയോടൊപ്പം സ്വർഗത്ത് പോയി. എന്നിട്ട് അച്ഛനായ ഇന്ദ്രനെയും അമ്മയായ ഇന്ദ്രാണിയെയും കാണുന്നു. സ്വർഗമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണുന്നു. ഓക്കെ, ഇതൊരു കഥയാണോ? ഇതൊരു വലിയ കഥയാണോ? ഒന്നുമല്ല. പക്ഷെ ഇത് അവതരിപ്പിക്കാൻ ഓൾമോസ്റ്റ് ഒരു 3.5-4 മണിക്കൂറാണ്. ഈ 3.5-4 മണിക്കൂറിനകത്ത്
കഥകളി എന്ന് പറയുന്ന കലയുടെ അതിമനോഹരമായ ഒരു സൗന്ദര്യ ശില്പം സാങ്കേതികമായി ടെക്നിക്കലി പ്രസന്റ് ചെയ്യപ്പെടുക. കഥകളിയിലെ ഏറ്റവും ഗംഭീരമായ സലജ്ജോഹം, ജനകതവ ദർശനാൽ എന്നൊക്കെ പറയുന്ന ഗംഭീരമായ പദങ്ങൾ, അതിന്റെ ചൊല്ലിയാട്ടങ്ങൾ, അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള വളരെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അടങ്ങുന്ന സാങ്കേതികമായ സൗന്ദര്യ തികവുള്ള ഭാഗങ്ങൾ. അപ്പൊ കഥകളിയിൽ അറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര കണ്ടാലും മടുക്കാത്തൊരു കഥയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഇതെന്താണ്? ഈ കഥ പറയാനാവും ചിലപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാവുക. കോട്ടയത്തെ തമ്പുരാൻ എന്ന് പറയുന്ന ആളാണ് ഈ കൃതി എഴുതിയത്, ഈ ആട്ടക്കഥ എഴുതിയത്. പക്ഷേ അവിടെ നിന്നൊക്കെ ഇത് ഒരുപാട് പ്രതിഭകൾ അതിലിങ്ങനെ പെരുമാറി ആ കഥ ഇങ്ങനെ കൈകാര്യം ചെയ്ത് കഥകളി കളിച്ചും കളരിയിൽ പഠിപ്പിച്ചും അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൊണ്ട് അതിങ്ങോട്ട് വലിയ തോതിൽ സമ്പന്നമാക്കി. പിന്നെ ഇത് കാണുന്ന ആള് ഇതിനകത്തുള്ള ഈ ചെറിയ കഥയല്ല കാണുന്നത്, മറിച്ച് അതിന്റെ അവതരണമാണ് കാണുന്നത്. ഓക്കെ, ലൈക്ക് കർണാടക സംഗീതം എടുത്താൽ അതിലെ വളരെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ അതിന്റെ സങ്കേതം ആണ് യഥാർത്ഥത്തിൽ ആസ്വദിക്കപ്പെടുന്നത് എന്ന് നമുക്ക് പറയാം. ഇത് കൃഷ്ണൻ തന്നെ വിശദമാക്കുന്ന ഒരുപാട് വീഡിയോകളുണ്ട്, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. ഇപ്പൊ പഞ്ചരത്ന കൃതികൾ എടുത്താൽ, ഏത് പ്രധാന പഞ്ചരത്ന കൃതി എടുത്താലും ഓരോ പഞ്ചരത്ന കൃതി എന്ന് പറയുന്ന ത്യാഗരാജന്റെ കൃതിയും ടെക്നിക്കലി അതിന്റെ മനോഹാരിതയാണ് യഥാർത്ഥത്തിൽ ആ കൃതിയുടെ ഭംഗി. ഇപ്പൊ ജഗദാനന്ദകാരക എന്ന് പറയുന്ന നാട്ടരാഗത്തിലുള്ള ഒരു കൃതി എടുത്താൽ ആ കൃതിക്കകത്ത് നാട്ടരാഗം കൈകാര്യം ചെയ്തിരിക്കുന്നതിന്റെ അതിസൂക്ഷ്മമായ സൗന്ദര്യം ഉണ്ടല്ലോ, ആ സൗന്ദര്യം നമ്മളെങ്ങനെ വിസ്മയിപ്പിക്കും. ജഗദാനന്ദകാരകനായ രാമനോട് നിങ്ങൾക്ക് ഭക്തി ഉണ്ടോ ഭക്തി ഇല്ലേ എന്നുള്ളതൊന്നും ഒരു വിഷയമേ അല്ല. നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ ആവാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഭക്തി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജഗദാനന്ദകാരക എന്ന കൃതി അതിഗംഭീരമായി ആസ്വദിക്കാൻ പറ്റും. പേഴ്സണലി പറഞ്ഞാൽ ഞാനൊരു ഭക്തനല്ല, എനിക്കങ്ങനെ ഞാൻ ഒരു ഭക്തനായ ആളല്ല, അതെന്റെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ ഇന്നും മനോഹരമായി ജഗദാനന്ദകാരക എന്ന് പറയുന്നത് കൃതി ആര് പാടുന്നത് കേട്ടാലും ഞാനിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഗൂസ് ബംസ് എന്ന് പറയുന്നത് പോലെ കേട്ടിരിക്കും. അതാ ആ കൃതിയുടെ സ്ട്രക്ചർ കൊണ്ട്, അതിന്റെ ഘടനാപരമായ ഭംഗി കൊണ്ടാണ്. പറഞ്ഞു വന്ന ഇതാണ്. അപ്പോൾ കൃഷ്ണ ഉന്നയിക്കുന്ന ഇതിനകത്തെ സൂക്ഷ്മമായ ചില അഭിപ്രായങ്ങളുണ്ട്. അത് കൃതിയുടെ പ്രമേയം, കൃതിയുടെ രൂപശില്പം, ഗായകൻ, കേൾക്കുന്ന ആസ്വാദകൻ എന്നിവയൊക്കെയായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞത് സംഗീതശാസ്ത്രപരമായ ഇത്തരം വശങ്ങളും അതോടൊപ്പം സംഗീതശാസ്ത്രപരം എന്നുള്ളതിനപ്പുറം സാമൂഹികവും രാഷ്ട്രീയവുമായ വശങ്ങളും അടങ്ങുന്ന ഒരു വിപുലമായ രാഷ്ട്രീയ കലാജീവിതമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കൃഷ്ണ ജീവിക്കുന്നത്. നമുക്കതിനോട് യോജിക്കാം, വിയോജിക്കാം. നമുക്കതിനോട് സൂക്ഷ്മതലത്തിൽ കൃഷ്ണയോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോജിക്കാം. പക്ഷെ കലാകാരന്റെ നട്ടല് എന്ന ഗുണം മുറുകെ പിടിക്കുക എന്ന കൃഷ്ണ ചെയ്യുന്ന ധർമ്മത്തോട് കലയെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഐക്യപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് സംഗീത കലാനിധി പുരസ്കാരമാകട്ടെ, തുടർന്ന് മദ്രാസ് മ്യൂസിക് അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാപങ്ങളാകട്ടെ, യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ ഹിന്ദുത്വയുടെ ഭീഷണിയും ആ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാത്തവരെ കൂടി, അധികാരത്തിന് മുന്നിൽ മുട്ടുമടക്കാത്തവരെ കൂടി നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങളോടും കൂടി നമ്മൾ യഥാർത്ഥത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും ആയ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും കൃഷ്ണയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള കടമ ഈ സമയത്തുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.